ഓക്കെ. അപ്പൊ ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച് ഇൻട്രാഡോസ്, എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച് എന്തായിരിക്കും ഇവിടെ എക്സ്ട്രാഡോസ് എന്ന് ഓർത്തു വെക്കുക. അതേപോലെ പി എസ് സിക്ക് ചോദിക്കുന്ന റിപ്പീറ്റഡ് ചോദ്യം, ഫസ്റ്റ് വൗസിയറിനെ എന്ത് വിളിക്കാൻ പറ്റും? ഫസ്റ്റ് ആ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് വൗസിയർ. അപ്പൊ ഓർത്തു വെക്കുക, ഇതിനകത്ത് വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് എന്ത് വിളിക്കുന്നത്? വൗസിയേഴ്സ് എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, മൂന്നാമത്തെ ടൈം ആണ് വൗസിയേഴ്സ്. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ഓഫ് ആൻ ആർച്ച് എന്ന് പറയുന്നതായിരിക്കും വൗസിയർ ആണെന്ന് ഓർത്തു വെക്കുക. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ആൻ ആർച്ച്, അപ്പൊ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ആൻ ആർച്ചിന് എന്ത് വിളിക്കാൻ പറ്റും? ക്രൗൺ എന്ന് ഓർത്തു വെക്കുക. അത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആ ക്രൗണിന്റെ അടി വെക്കുന്ന വൗസിയറിനെ എന്ത് വിളിക്കാൻ പറ്റും? കീ. അതും ചോദിക്കാറുള്ളതാണ്, കീ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട്. അപ്പൊ ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ച് ഇൻട്രാഡോസ്, എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച് എക്സ്ട്രാഡോസ്. വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് വൗസിയർ എന്ന് വിളിക്കാം. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിനെ ക്രൗൺ എന്ന് വിളിക്കാൻ പറ്റും. അതിന്റെ തൊട്ട് താഴെ വെക്കുന്ന വൗസിയറിനെ കീ എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ ഓർത്തു വെക്കുക, ഫസ്റ്റ് ഇവിടത്തില്ലേ ഫസ്റ്റ് വെക്കുന്ന വൗസിയറിനല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ്, ഫസ്റ്റ് വൗസിയറിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗർ എന്ന് പറയും. അപ്പൊ ഓർത്തുക, ഫസ്റ്റ് വൗസിയറിനെ എന്ത് വിളിക്കാൻ പറ്റും? സ്പ്രിംഗർ എന്ന് വിളിക്കാൻ പറ്റും എന്ന് ഓർത്തുക. അതേപോലെ വേറൊരു ആർച്ചും കൂടി ഇവിടെ ഫോം ചെയ്യുവാന്നിരിക്കട്ടെ. രണ്ട് ആർച്ച് ഒരുമിച്ച് ഇങ്ങനെ ഫോം ചെയ്യുക. ഇവിടെ വരുന്ന ഇറഗുലർ ട്രയാങ്കുലർ പോർഷൻ ഇല്ലേ, ഈ ഇറഗുലർ ട്രയാങ്കുലർ പോർഷനെ വിളിക്കുന്ന പേരാണ് സ്പാൻഡ്രിൽ എന്ന് വിളിക്കുക. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, ഇറഗുലർ ട്രയാങ്കുലർ പോർഷൻ എന്ത് വിളിക്കാൻ പറ്റും? സ്പാൻഡ്രിൽ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കുക. അപ്പൊ ഫസ്റ്റ് വൗസിയറിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗർ എന്ന് ഓർത്തു വെക്കുക. ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ആൻ ആർച്ചിനെ വിളിക്കുന്ന ക്രൗൺ, അതിന്റെ തൊട്ടടി വെക്കുന്നതിനെ കീ എന്ന് വിളിക്കാൻ പറ്റും. പിന്നെന്തായിരിക്കും ഇവിടെ? അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻ ആർച്ച്, ഒരു ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് പോയിന്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്തായിരിക്കും? സ്പ്രിംഗിങ് പോയിന്റ് ആണെന്ന് ഓർത്തു വെക്കുക. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗിങ് പോയിന്റ് എന്ന് ഓർത്തു വെക്കുക. രണ്ട് സ്പ്രിംഗിങ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യത്തില്ലേ, രണ്ട് സ്പ്രിംഗിങ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ, അതിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് ഓർത്തു വെക്കുക. രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് ഓർത്തു വെക്കുക. പിന്നെയും കഴിഞ്ഞിട്ടില്ല, ലോവർ ഹാഫ് പോർഷൻ ഓഫ് ആൻ ആർച്ച്, ആർച്ചിന്റെ പകുതി ലോവർ ഹാഫ്, ഈ ലോവർ ഹാഫിനെ എന്ത് വിളിക്കുന്നറിയാം? ഹോഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പി എസ് സിക്ക് ചോദിക്കുന്നത്. അതേപോലെ അതും തീർന്നിട്ടില്ല, എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച്, എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് അബട്ട്മെന്റ് എന്ന് വിളിക്കും. അപ്പൊ എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ചിനെയാണ് അബട്ട്മെന്റ് എന്ന് വിളിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തെടുത്തു. ഫസ്റ്റ് ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ചിനെയാണ് ഇൻട്രാഡോസ്, എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ചിനെയാണ് എക്സ്ട്രോഡോസ് എന്ന് വിളിക്കുക. ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് ക്രൗൺ എന്ന് വിളിക്കുന്നത്. ആ ക്രൗണിന്റെ തൊട്ട് താഴെ വെക്കുന്ന വൗസിയറിനെ വിളിക്കുന്ന പേരാണ് കീ എന്ന് ഓർത്തു വെക്കുക. എന്താണ് വൗസിയർ? വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് വൗസിയർ എന്ന് ഓർത്തു വെക്കുക. ഫസ്റ്റ് വൗസിയറിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗർ എന്ന് ഓർത്തു വെക്കുക. ലോവർ ഹാഫ് ഓഫ് ആൻ ആർച്ചിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? അത് ഹോഞ്ച് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കത്തിയല്ലോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിട്ട് അണ്ടർ സർഫസ് ഓഫ് ആൻ ആർച്ച് എന്ന് വിളിക്കും. അണ്ടർ സർഫസ് ഓഫ് ആൻ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് സോഫിറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ചോദിക്കുന്നത്, പി എസ് സിക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയും നോട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും എടുത്തു വെക്കുക. അപ്പൊ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ കത്തിയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആർച്ചിന്ന് വരുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സുകൾ മൊത്തം നമുക്ക് ഇതിനകത്ത് കയറുന്നുണ്ട്. അപ്പം ഇത് മാത്രമല്ല, ഇനി അത്ര ഓർത്തു വെക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. എടാ, ഇതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി, ഈ ആർച്ചിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു വലിയൊരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും എന്നറിയോ? സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആർച്ചിനെ നമ്മൾ റിസീവ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്ന ആ ഒരു സ്റ്റോണിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ ബാക്ക് എന്ന് ഓർത്തു വെക്കാം. അതേപോലെ ഇതിനകത്ത് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു പിയർ വെച്ചു. ഈ പിയറിനകത്ത് ഇറഗുലർ വിൽക്കോട്ടൊന്ന് പ്രൊജക്ട് ചെയ്യും. ആ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? ഇൻപോസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഓർത്ത് പ്രൊജക്ഷൻ ഒക്കേർഡ് ബൈ എ പിയർ. അപ്പൊ പിയറിനകത്ത് വെളിക്കോട്ട് തെള്ളിയിരിക്കുന്നതിന് എന്ത് വിളിക്കാൻ പറ്റും? ഇൻപോസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്, ആർച്ചിനകത്ത് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം എന്തായിരിക്കും? ഇതെല്ലാവരും ആർച്ച് തുടങ്ങുമ്പോൾ ഇതായിരിക്കും നമ്മളെല്ലാം പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഓർത്ത് വെക്കേണ്ട ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. അപ്പം ജസ്റ്റ് ഒന്ന് പറയാം, സീരീസ് ഓഫ് ആർച്ചിനെ ആർക്കേഡ് എന്ന് വിളിക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ ഒറ്റ ഫിഗറിനകത്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരച്ചു വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇതിങ്ങനെ സീരീസ് ഓഫ് ആൻ ആർച്ച്. അപ്പൊ ഓർത്ത് വെക്കുക, സീരീസ് ഓഫ് ആൻ ആർച്ചിനകത്തിൽ ആദ്യം നമ്മൾ ഓർത്ത് വെക്കുക, ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ചിനെ എന്ത് വിളിക്കാൻ പറ്റും? ഇൻട്രാഡോസ് എന്ന് വിളിക്കാൻ പറ്റും. അത് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ആൻ ആർച്ച് എന്ന് വിളിക്കാൻ പറ്റും, ക്രൗൺ എന്ന് വിളിക്കാൻ പറ്റും. അതിന് തൊട്ട് താഴെ വെച്ച് കൊടുക്കുന്ന ബെഡ് ഷേപ്ഡ് യൂണിറ്റ് എന്തായിരിക്കും? കീ എന്ന് വിളിക്കാൻ പറ്റും. ഫസ്റ്റ് വൗസിയറിനെ എന്ത് വിളിക്കാൻ പറ്റുമോടാ? ഫസ്റ്റ് വൗസിയറിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗർ എന്ന് വിളിക്കാൻ പറ്റും. ആ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? വൗസിയേഴ്സ് എന്ന് പറയും. ലോവർ ഹാഫ് പോർഷൻ ഓഫ് ആൻ ആർച്ചിനെ എന്ത് വിളിക്കാൻ പറ്റും? ലോവർ ഹാഫിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? അതിനെയാണ് ലോവർ ഹാഫിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? ലോവർ ഹാഫിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? ഹോഞ്ച് എന്ന് വിളിക്കുക. ലോവർ ഹാഫ് പോർഷൻ ഓഫ് ആൻ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് ഹോഞ്ച് എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻ ആർച്ചിനെയാണ് സ്പ്രിംഗിങ് പോയിന്റ് എന്ന് വിളിക്കും. രണ്ട് സ്പ്രിംഗിങ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് ഓർത്തു വെക്കാം. ഫസ്റ്റ് വൗസിയറിന് എന്തായിരിക്കും?
സ്പ്രിങ്ങർ എന്ന് വിളിക്കാൻ പറ്റും. ഫസ്റ്റ് വൗസിയറിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിങ്ങർ എന്ന് ഓർത്ത് വെക്കുക. ഇറഗുലർ ട്രയാങ്കുലർ പോർഷൻ അതിനെ എന്ത് വിളിക്കാൻ പറ്റൂടാ? ഇറഗുലർ ട്രയാങ്കുലർ പോർഷനെ വിളിക്കുന്ന പേരാണ് സ്പാൻഡ്രിൽ എന്ന് ഓർത്ത് വെക്കുക. എൻഡ് സപ്പോർട്ട് ഓഫ് എൻ ആർച്ച്, ആർച്ചിന്റെ എൻഡ് കൊടുക്കുന്ന സപ്പോർട്ടിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? അബട്ട്മെന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് എൻ ആർച്ചിനെയാണ് പിയർ എന്ന് വിളിക്കുക. ഈ പിയറിൽ നിന്ന് പുറത്തോട്ട് വെളിക്കോട്ട് പ്രൊജക്ട് ചെയ്യുന്ന ഇത്ര സ്ഥലമില്ലേ, അതിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? അതിനെയാണ് ഇൻപോസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ ഇതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുക്കുന്നതാണ് സ്ക്യൂ ബാക്ക് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്. പി എസ് സിക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം ഇത് ഇത്രയും വേഗത്തിൽ പറഞ്ഞ വേറൊന്നും ഉണ്ടല്ല, കാര്യം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കുഴപ്പമില്ലല്ലോ. അത് എന്തെങ്കിലും ഡൗട്ട് വന്ന കേസുകളുണ്ടോ? ഒന്നും കൂടെ പറയേണ്ട എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ലല്ലോ. ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണേ. ഇപ്പം പുതിയതായിട്ട് വന്നതിനകത്തിൽ ആരെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടോ? സ്പീഡ് കൂടുതലാണോ? വിനീഷണ്ണ കറക്റ്റ് ആണോ? അത് നേരത്തെ അറിയായിരുന്നോ അതോ ആദ്യമായിട്ട് കേൾക്കുവാണോ? ആദ്യമായിട്ട് കേൾക്കുക. എന്നീര് പോടെ. ആദ്യം ഓർത്ത് വെക്ക, ഫസ്റ്റ് ഒരു ആർച്ചിന്റെ ഇന്നർ കർവ് ഇല്ലേ, ആർച്ചിന്റെ ഇന്നർ കർവിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാഡോസ് എന്ന് പറയും. ഒരു ആർച്ച് ഷേപ്പ് ഇല്ലേ, അതിനകത്തിൽ ആദ്യത്തെ ഫസ്റ്റ് കർവിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാഡോസ്. അതിന്റെ എക്സ്റ്റേണൽ കർവ് ഇല്ലേ, രണ്ട് ആർച്ചിന് ഒരു ഇന്നർ കർവും കാണും എക്സ്റ്റേണൽ കർവും കാണും. അപ്പൊ ഇന്നർ കർവിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാഡോസ് എന്ന് വിളിക്കാൻ പറ്റും. എക്സ്റ്റേണൽ കർവിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാഡോസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് ടേം, ടെക്നിക്കൽ ടേം നമുക്ക് പി എസ് സിക്ക് ചോദിക്കും. നമുക്ക് ഓർത്ത് വെക്കുക, ഫസ്റ്റ് ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ചിനെ ഇൻട്രാഡോസ്, എക്സ്റ്റേണൽ കർവ് ഓഫ് ആർച്ചിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാഡോസ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എക്സ്ട്രാഡോസിനെ മറ്റൊരു പേരിൽ അറിയപ്പെടാൻ പറ്റും, ബാക്ക് എന്നുള്ള പേരിലും അറിയപ്പെടാൻ പറ്റും. അതേപോലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഇല്ലേ, അതിനെ എന്ത് വിളിക്കാൻ പറ്റൂടാ? ക്രൗൺ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ആൻ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് ക്രൗൺ. ആ ക്രൗണിന്റെ താഴെ കൊടുക്കുന്ന വെഡ്ജ്, അപ്പൊ ക്രൗണിന്റെ താഴെ കൊടുക്കുന്ന വൗസിയറിനെ വിളിക്കുന്ന പേരാണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിന് താഴെ വെച്ച് കൊടുക്കുന്ന വൗസിയർ. വൗസിയർ എന്ന് പറഞ്ഞാൽ ഓരോരോ കട്ട അടുക്കി വെച്ചിരിക്കുന്നതാണ് വൗസിയർ എന്ന് ഓർത്ത് വെക്കുക. ഈ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്, ഓരോ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ഫോമിങ് ആൻ ആർച്ച്. അപ്പൊ ഓരോരോ കട്ട ഇങ്ങനെ വെച്ച് കൊടുക്കുക, അതിനെ എന്ത് വിളിക്കുമെന്നാ ചോദിക്കുന്നത്. ആ ഓരോ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് വൗസിയേഴ്സ് എന്ന് പറയും. ഈ ഫസ്റ്റ് വൗസിയറിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിങ്ങർ എന്ന് പറയും. ഫസ്റ്റ് വൗസിയറിനെ എന്ത് വിളിക്കാൻ പറ്റും? സ്പ്രിങ്ങർ എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ ഓർത്ത് വെക്കുക, ഒരു ആർച്ചിന്റെ പകുതി പോർഷൻ, ലോവർ ഹാഫ് പോർഷൻ ഓഫ് ആൻ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനെയാണ് ഹോഞ്ച് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ലോവർ ഹാഫ് പോർഷൻ ഓഫ് ആൻ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് ഹോഞ്ച് എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ ഓർത്ത് വെക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻ ആർച്ച്, ഒരു ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, അതിനെയാണ് സ്പ്രിംഗിങ് പോയിന്റ് എന്ന് പറയും. രണ്ട് സ്പ്രിംഗിങ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ ഇല്ലേ, ആ ലൈനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് വിളിക്കും. അപ്പൊ ഓർത്ത് വെക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻ ആർച്ച് ആണ് സ്പ്രിംഗിങ് പോയിന്റ് എന്ന് പറയും. രണ്ട് സ്പ്രിംഗിങ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എത്തിയല്ലോ. ഇനി ഒരു ആർച്ച് വേറൊരു ആർച്ച്, അപ്പൊ സീരീസ് ആയിട്ട് ഈ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് ആർക്കേഡ് എന്ന്. അപ്പൊ സീരീസ് ഓഫ് ആൻ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് ആർക്കേഡ്സ് എന്ന് പറയും. അപ്പൊ സീരീസ് ഓഫ് ആൻ ആർച്ച് ആണ് ആർക്കേഡ്സ്. അതേപോലെ ഇറഗുലർ ആയിട്ട് വരുന്ന ട്രയാങ്കുലർ പോർഷൻ, ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ട്രയാങ്കുലർ പോർഷൻ അല്ലേ, ഈ ട്രയാങ്കുലർ പോർഷൻ, അതിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ആ ഇറഗുലർ ട്രയാങ്കുലർ പോർഷനെ വിളിക്കുന്ന പേരാണ് സ്പാൻഡ്രിൽ എന്ന് വിളിക്കുക. ഇറഗുലർ ട്രയാങ്കുലർ പോർഷനെയാണ് സ്പാൻഡ്രിൽ എന്ന് വിളിക്കും. അപ്പൊ രണ്ട് ആർച്ച് ഫോം ചെയ്യുമ്പോൾ അതിന്റെ ഇറഗുലർ ആയിട്ട് വരുന്ന ട്രയാങ്കുലർ പോർഷൻ ആണ് സ്പാൻഡ്രിൽ എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എത്തിയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പി എസ് സിക്ക് ചോദിക്കുന്നത്. അതേപോലെ എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച്, ഒരു ആർച്ചിന്റെ ഏറ്റവും എൻഡിൽ കൊടുക്കുന്ന സപ്പോർട്ട് ഇല്ലേ, കാര്യം എന്തായിരിക്കും? അത് സ്ലൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും. എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് അബട്ട്മെന്റ് എന്ന് ഓർത്ത് വെക്കുക. ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിനെ എന്ത് വിളിക്കാൻ പറ്റും? പിയർ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിനെയാണ് എന്ത് വിളിക്കാൻ പറ്റുക? പിയർ എന്ന് വിളിക്കും. പിയർ വെളിക്കോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യും. അപ്പം വെളിക്കോട്ട് പ്രൊജക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻപോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പം വെളിക്കോട്ട് ഇങ്ങനെ പ്രൊജക്റ്റഡ് ഇതിനെ വിളിക്കാൻ പറ്റും ഇൻപോസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇത്തരം ഒരുവിധപ്പെട്ട പോയിന്റുകളെല്ലാം കഴിഞ്ഞു. ഇതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വൗസിയറിനെ കറക്റ്റ് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാറ്റുന്നതാണ് സ്ക്യൂ ബാക്ക് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതിനെയാണ് സ്ക്യൂ ബാക്ക്, ഫസ്റ്റ് വെക്കുന്ന കട്ട. അപ്പൊ ഫസ്റ്റ് വെക്കുന്ന വൗസിയറിനെയാണ് സ്പ്രിംഗർ എന്ന് വിളിക്കും. അതിനെ പോലെ ഓർത്ത് വെക്കുക, ഇതിന് കറക്റ്റ് റിസീവ് ചെയ്യാൻ വേണ്ടി, ആർച്ചിനെ റിസീവ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ് സ്ക്യൂ ബാക്ക് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് പി എസ് സിക്ക് റിപ്പീറ്റ് ആയി ചോദിക്കുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കാം. ഈ സ്പ്രിംഗിങ് പോയിന്റും ഈ ടോപ്പ് മോസ്റ്റ് ഇവിടുത്തെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, ഇതിനെ വിളിക്കുന്ന പേരാണ് റൈസ് എന്ന് വിളിക്കും. അപ്പം ആർച്ചിന്റെ ഹൈറ്റ് എത്ര എന്ന് ചോദിച്ചാൽ ആർച്ചിന്റെ റൈസ് നോക്കിയാൽ മാത്രം മതി. ഇനി പി എസ് സിക്ക് ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇനി ആർച്ച് എങ്ങനെ ഫെയിൽ ചെയ്യാൻ പറ്റും? ആർച്ച് ഫെയിൽ ചെയ്യുന്ന എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാം, ഈ വൗസിയേഴ്സ് എന്തോ ചെയ്യൂടാ,
അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ വൗസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാൻ പറ്റും. അങ്ങനെ ആയിരിക്കും ആർച്ച് മെയിൻ ആയിട്ട് ഫെയിൽ ആവും. ആർച്ച് ഫെയിൽ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ വൗസേഴ്സ് തെന്നി മാറുന്നതായിരിക്കും മെയിൻ ആയിട്ട് ആർച്ചിനകത്ത് വരുന്ന ഒരു ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ പല റീസൺ ഉണ്ടാവും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ത്രസ്റ്റ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ആർച്ചിനകത്ത് ഓർത്തു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കതൊക്കെ റിപ്പീറ്റ് ആയിട്ട് പറയാം. അതിന്റെ ലാസ്റ്റ് ഈ സെക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ റിപ്പീറ്റ് ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടെക്നിക്കൽ ടേംസ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്നർ കർവിനെയാണ് ഇൻട്രാഡോസ്, എക്സ്റ്റേണൽ കർവിനെ എക്സ്ട്രാഡോസ് എന്ന് വിളിക്കാം. ടോപ്പ് മോസ്റ്റ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ക്രൗൺ. അതിന് തൊട്ട് താഴെ വെക്കുന്ന വൗസിയറിനെയാണ് എന്തായിരിക്കും കീ എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് വൗസിയറിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? ഫസ്റ്റ് വൗസിയറിനെയാണ് സ്പ്രിംഗർ എന്ന് പറയുക. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻ ആർച്ചിനെയാണ് സ്പ്രിംഗിങ് പോയിന്റ് എന്ന് ഓർത്തു വെക്കുക. രണ്ട് സ്പ്രിംഗിങ് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെയാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് ഓർത്തു വെക്കുക. ഇറഗുലർ ട്രയാങ്കുലർ പോർഷനെയാണ് സ്പാൻഡ്രൽ എന്ന് ഓർത്തു വെക്കുക. അതേപോലെ അണ്ടർ സർഫസ് ഓഫ് ആൻ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് സോഫിറ്റ് എന്ന് ഓർത്തു വെക്കുക. ഇവിടുത്തെ അണ്ടർ സർഫസ് ഓഫ് ആൻ ആർച്ചിനെയാണ് സോഫിറ്റ് എന്ന് ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കുക. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച്. ആർച്ചിന് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന സെക്ഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വട്ടം തൊട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഓരോരോ ആർച്ചിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം എഴുതിയെടുക്കുക. ഫസ്റ്റ് ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റ് ആർച്ച്. ഈ ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഒരു ആർച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് പോവുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാറ്റ് ആർച്ച്. അപ്പം പി എസ് സിക്ക് ഈ ഫ്ലാറ്റ് ആർച്ച് എന്തൊക്കെയാ ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്? ഈ ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഓർത്തു വെക്കുക, ഇതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഈ സ്ക്യൂ ബാക്ക്. ഇതിന്റെ വൗസ് ചെയ്ത് നമ്മൾ ഈ സ്ക്യൂ ബാക്ക് ഇല്ലേ, നമ്മൾ ഓരോ കട്ട ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് എത്ര ഡിഗ്രി ഇൻക്ലിനേഷനിലായിരിക്കും വെച്ച് കൊടുക്കുന്ന ചോദിക്കും. അപ്പൊ ഓർത്തു വെക്കുക, സ്ക്യൂ ബാക്ക് ആർ ഫോമിങ് ഓഫ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് സ്ക്യൂ ബാക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? സ്ക്യൂ ബാക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും ഇവിടെ? സ്ക്യൂ ബാക്ക് ഫോമിങ് ആൻ ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ ഓർത്ത് വെക്കുക, സ്ക്യൂ ബാക്ക് വെക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? എല്ലാ കട്ട എത്ര ഡിഗ്രി തിരിച്ചു വെക്കുന്നത്? 60 ഡിഗ്രി ചരിച്ചായിരിക്കും വെക്കുന്നത്. സ്ക്യൂ ബാക്ക് ഫോമിങ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. ഇതൊരു വൺ സെന്റേഡ് ആർച്ച എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇതെന്തായിരിക്കും ഇവിടെ പ്രത്യേകത? ഇതൊരു വൺ സെന്റേഡ് ആർച്ചാണ്. ഒറ്റ സെന്ററിൽ നിന്നായിരിക്കും ഇതെല്ലാം പോകും. ഇതൊരു വൺ സെന്റേഡ് ആർച്ചാണെന്ന് ഓർത്ത് വെക്കാം. ഇതിനകത്തിൽ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ഏതാണെന്നറിയോ? ഇതിനകത്തിലെ ഫോം ചെയ്ത ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇതിനകത്തിൽ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ എന്തായിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ഓർത്ത് വെക്കുക. ഇതിനകത്തിൽ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ഓർത്ത് വെക്കുക. ഇത് ലോഡ് എടുക്കാൻ വരുന്ന സ്പാൻ അപ്പം എന്തായിരിക്കും? ലോഡ് അപ് ടു സ്പാൻ 1.5 മീറ്റർ. 1.5 മീറ്റർ വരെ ഇതിന് ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫ്ലാറ്റ് ആർച്ചിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ വലുതായിട്ടൊന്നും ഓർത്ത് വെക്കേണ്ട. സ്ക്യൂ ബാക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കുക. അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ഓർത്ത് വെക്കുക. അത് ലോഡ് എടുക്കാനുള്ള ലെങ്ത് എത്ര ആയിരിക്കും? 1.5 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്ന പഠിച്ചാൽ മതി, ആർച്ച് എന്ന് ചോദിക്കത്തുള്ളൂ. അപ്പൊ ആർച്ച് എന്ന് പറഞ്ഞാൽ സ്ക്യൂ ബാക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കുക. അത് ഫോം ചെയ്യുന്ന ആംഗിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ഓർത്ത് വെക്കുക. അതിനകത്ത് ഓർത്ത് വെക്കുക ലോഡ് എടുക്കുന്നത് 1.5 മീറ്ററിലായിരിക്കും. ലോഡ് എടുക്കുന്ന എത്ര സ്പാൻ വരെയാണ്? 1.5 മീറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫ്ലാറ്റ് ആർച്ചിനെ കുറിച്ച് നമ്മൾ ഓർത്ത് വെക്കണം. രണ്ടാമത്തെ ആർച്ചാണ് സെഗ്മെന്റൽ ആർച്ച് എന്ന് പറയും. അപ്പൊ രണ്ടാമത്തെ ആർച്ച് ഏതായിരിക്കും ഇവിടെ? സെഗ്മെന്റൽ ആർച്ച്. അത് പി എസ് സിക്ക് അങ്ങനെ ചോദ്യങ്ങൾ വരാത്തൊരു സെക്ഷനാണ് സെഗ്മെന്റൽ ആർച്ച്. അപ്പൊ നമുക്ക് ഇതിനകത്തിൽ ചോദ്യം കണ്ടുപിടിക്കണമല്ലോ, ഒറ്റ ചോദ്യം വരത്തുള്ളൂ, സെഗ്മെന്റൽ ആർച്ച്. അപ്പൊ സെഗ്മെന്റൽ ആർച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ഇതാണ് നമ്മുടെ സെഗ്മെന്റൽ ആർച്ച്. പി എസ് സിക്ക് ചോദിക്കാൻ വരുന്നത് ഇതൊരു വൺ സെന്റേഡ് ആർച്ച് ആണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഒരു കോമൺ പോയിന്റ് നിന്നായിരിക്കും ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പി എസ് സിക്ക് ചോദിക്കാൻ വരുന്ന ഒരു ചോദ്യം ചോദിച്ചു തന്നിട്ടില്ല, ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഓർത്ത് വെക്കുക, കോമൺലി യൂസ്ഡ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോമൺലി യൂസ്ഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റൽ ആർച്ച് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഓർത്ത് വെക്കാലോ, ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞാൽ സ്ക്യൂ ബാക്ക് എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്നതാണ്? 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഫ്ലാറ്റ് ആർച്ച് എന്ന് ഓർത്ത് വെക്കുക. അത് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ഓർത്ത് വെക്കുക. ലോഡ് അപ് ടു 1.5 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത് ഓർത്ത് വെക്കേണ്ടതാണ് സെഗ്മെന്റൽ ആർച്ച് എന്ന് ഓർത്ത് വെക്കുക. സെഗ്മെന്റൽ ആർച്ചിന്റെ പ്രത്യേകത, കോമൺലി യൂസ്ഡ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെഗ്മെന്റൽ ആർച്ച് ആണെന്ന് ഓർത്ത് വെക്കുക. അതൊരു വൺ സെന്റേഡ് ആർച്ച് ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി അതേപോലെ ഓർത്ത് വെക്കുന്ന മറ്റൊരു കാര്യം സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയും. എന്താണ് ഈ സ്റ്റിൽറ്റഡ് ആർച്ചിന്റെ പ്രത്യേകത? എടാ, സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു സെമി സർക്കുലർ ആർച്ച് കാണും. കണ്ടേ, ഇങ്ങനെ വരുന്ന പകുതി വരുന്നതാണ് സെമി സർക്കുലർ ആർച്ച്. ഇതിനകത്ത് പി എസ് സിക്ക് ചോദിക്കാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ, ഈ സെമി സർക്കുലർ ആർച്ചിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയുന്നത്. അപ്പൊ പി എസ് സിക്ക് ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്തായിരിക്കും? ആസ് എ സെമി സർക്കുലർ ആർച്ച്
ടു വെർട്ടിക്കൽ പോർഷൻസ് ആർ എക്സ്റ്റെൻഡഡ്. അപ്പൊ രണ്ട് വെർട്ടിക്കൽ, അപ്പൊ സെമി സർക്കുലർ ആർച്ചിൽ നിന്ന് രണ്ട് വെർട്ടിക്കൽ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഓർത്തു വെക്കുക, വെർട്ടിക്കൽ പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാൻ പറ്റുക? വെർട്ടിക്കൽ പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആർച്ചിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് വിളിക്കുക. അപ്പൊ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ 3 ആർച്ചിനെ കുറിച്ച് പഠിച്ചു. ഫസ്റ്റ് ഫ്ലാറ്റ് ആർച്ച് പഠിച്ചു, രണ്ടാമത്തെ സെഗ്മെന്റൽ ആർച്ച് പഠിച്ചു, മൂന്നാമത്തെ സ്റ്റിൽറ്റഡ് ആർച്ച്. സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് ആ കാലുകളും താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് ഓർത്തു വെക്കുക. ഇനി ഓർത്തു വെക്കേണ്ട 4ാമത്തെ ആർച്ചാണ് ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് ഓർത്തു വെക്കുക. ഹോഴ്സ് ഷൂ ആർച്ച് ഒന്ന് വലുതായിട്ടൊന്നും ചോദിക്കത്തില്ല. ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തു വെക്കുക. ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറഞ്ഞാൽ ഒരു മോർ ദാൻ എ സെമി സർക്കിൾ, ഇങ്ങനെ ഒരു ഷേപ്പ് കിടക്കുക, അതിനെ എന്ത് വിളിക്കാൻ പറ്റും? മോർ ദാൻ എ സെമി സർക്കിൾ. അതിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറയും. ഇതിനകത്ത് ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഓർത്തു വെക്കുക, ഷേപ്പ് ഓഫ് ആൻ ആർച്ച്. ഓർത്തു ഫസ്റ്റ് പോയിന്റ്, ഷേപ്പ് ഓഫ് ആൻ ആർച്ച് മോർ ദാൻ എ സെമി സർക്കിൾ. സെമി സർക്കിളിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് ഓർത്തു വെക്കുക. ഇതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതിന്റെ സെന്റർ നടുക്കായിരിക്കുമല്ലോ. രണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനില്ലേ സ്പ്രിംഗിങ് ലൈൻ എന്ന് പറഞ്ഞാൽ, സ്പ്രിംഗിങ്. അപ്പൊ ഓർത്തു വെക്കുക, സെന്റർ ഈസ് എന്തായിരിക്കും? എബോവ് ദ സ്പ്രിംഗിങ് ലൈൻ. അപ്പൊ സ്പ്രിംഗിങ് ലൈന് മുകളിലായിരിക്കും സെന്റർ. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഒറ്റ ആർച്ച് മാത്രമേ ഉള്ളൂ. സെന്റർ ഏതിനാണ്? സ്പ്രിംഗിങ് ലൈന് മുകളിൽ കിടക്കുന്ന സെന്റർ വരുന്നത് ഒറ്റ ആർച്ചിനേ ഉള്ളൂ, അത് ഹോഴ്സ് ഷൂ ആർച്ച്. അതുകൊണ്ട് അത് ചോദിക്കാറുണ്ട്. അപ്പൊ ഓർത്തു വെക്കുക, സെന്റർ ഈസ് എബോവ് ദ സ്പ്രിംഗിങ് ലൈൻ. സെന്റർ ഏതിന് മുകളിലാണ്? സ്പ്രിംഗിങ് ലൈന് മുകളിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പൊ ഫ്ലാറ്റ് ആർച്ച് കഴിഞ്ഞു, സെഗ്മെന്റൽ ആർച്ച് കഴിഞ്ഞു, സ്റ്റിൽറ്റഡ് ആർച്ച് കഴിഞ്ഞു, ഹോഴ്സ് ഷൂ ആർച്ച് കഴിഞ്ഞു എന്ന് ഓർത്തു വെക്കുക. ഇനി ഓർത്തു വെക്കേണ്ട അടുത്തൊരു പോയിന്റ് ആണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് ഒരൊറ്റ ചോദ്യം വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. മോർ ദാൻ, അപ്പൊ ഓർത്തൊക്കെ ഇതിന് ഏറ്റവും കൂടുതൽ സെന്റർ ഉള്ള ആർച്ച് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ സെന്റർ ഉള്ള ആർച്ചാണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. അതിന് എത്ര സെന്റർ ഉണ്ട്? 5 സെന്റർ ഉണ്ടെന്ന് ഓർത്തൊക്കെ. ഏറ്റവും കൂടുതൽ സെന്റർ ഉള്ള ആർച്ച് ഏതാണ്? സെമി എലിപ്റ്റിക്കൽ ആർച്ചാണ്. അതിന് എത്ര സെന്റർ ഉണ്ട്? 5 സെന്റർ ഉണ്ടെന്ന് ഓർത്തു വെക്കാം. ഇനി അതേപോലെ വരുന്ന മറ്റൊരു ചോദ്യമായിരിക്കും. അപ്പം സെമി എലിപ്റ്റിക്കൽ ആർച്ച് കഴിഞ്ഞു. ഇനി അടുത്ത വരുന്ന എന്തായിരിക്കും? ഇവിടെ അടുത്താണ് പോയിന്റഡ് ആർച്ച്. അടുത്ത വരുന്നതാണ് പോയിന്റഡ് ആർച്ചിനെ തന്നെ മറ്റൊരു പേര് വിളിക്കാൻ പറ്റും, ലാൻസെന്റ് ആർച്ച് എന്ന് വിളിക്കാൻ പറ്റും. പോയിന്റഡ് ആർച്ച് അല്ലെങ്കിൽ ലാൻസെന്റ് ആർച്ച് എന്ന് ഓർത്തു വെക്കാം. PSCക്ക് ചോദിക്കാറുണ്ട്, പോയിന്റഡ് ആർച്ച് അല്ലെങ്കിൽ ലാൻസെന്റ് ആർച്ചിന്റെ സെന്റർ എത്ര ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ റിപ്പീറ്റഡ് ചോദ്യമാണ്. പോയിന്റഡ് ആർച്ച് അല്ലെങ്കിൽ ലാൻസെന്റ് ആർച്ചിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ 2 സെന്റർ ഉണ്ടെന്ന് ഓർത്തു വെക്കാം. അപ്പൊ പോയിന്റഡ് ആർച്ച് അല്ലെങ്കിൽ ലാൻസെന്റ് ആർച്ചിന്റെ സെന്റർ എത്ര ഉണ്ട്? 2. അത് ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതിനോട് ഇക്വലാറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്യുന്ന ഫ്ലാറ്റ് ആർച്ച്, ഐസോസിലസ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്ന ഏതായിരിക്കും? പോയിന്റഡ് ആർച്ച് ആണെന്ന് ഓർത്തു വെക്കാം. ഇനി ഓർത്തു വെക്കാൻ 2 ആർച്ച്, അത് കണക്ട് ചെയ്ത് പഠിക്കണം. വെനീഷ്യൻ ആർച്ചും റിപ്പീറ്റഡ് ചോദ്യമാണ്. വെനീഷ്യൻ ആർച്ചും അതേപോലെ ഫ്ലോറന്റൈൻ ആർച്ചും. ഇതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. ഫ്ലോറന്റൈൻ ആർച്ച്, വെനീഷ്യൻ ആർച്ചും ഫ്ലോറന്റൈൻ ആർച്ചും. അപ്പൊ ഫ്ലോറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എന്നല്ലേ, ഫ്ലോർ 4. അപ്പൊ ഒരിക്കലും ഫ്ലോറന്റൈൻ ആർച്ചിന് 4 സെന്റർ കാണത്തില്ല. എത്ര സെന്ററേ കാണത്തുള്ളൂ? 3 സെന്റർ. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. അപ്പൊ ഫ്ലോറന്റൈൻ ആർച്ചിന് ഫ്ലോർ എന്ന് പറഞ്ഞാൽ 4 എന്നല്ല ഓർമ്മ. ഒരിക്കലും ഫ്ലോറന്റൈൻ ആർച്ചിന് എത്ര സെന്റർ കാണത്തില്ല? 4 സെന്റർ കാണത്തില്ല. എത്ര കാണത്തുള്ളൂ? 3. അപ്പൊ ഏതിനായിരിക്കും 4 സെന്റർ വരുന്നത്? വെനീഷ്യൻ ആർച്ചിനായിരിക്കും 4 സെന്റർ വരുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, വെനീഷ്യൻ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വെനീഷ്യൻ ആർച്ച് എന്ന് പറഞ്ഞാൽ 4 സെന്റർ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് വെനീഷ്യൻ ആർച്ച്. പക്ഷെ റിപ്പീറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന 2 ചോദ്യങ്ങളാണ് വെനീഷ്യൻ ആർച്ചും ഫ്ലോറന്റൈൻ ആർച്ചും എന്ന് ഓർത്തു വെക്കുക. അപ്പം ഡെപ്ത് വിൽ ബി അപ്പൊ ഓർത്തു വെക്കുന്ന വേറൊരു കാര്യങ്ങളുണ്ടടാ. അപ്പം ഓർത്തു വെക്കേണ്ട മറ്റൊരു, ഈ ഫ്ലോറന്റൈൻ ആർച്ച് PSCക്ക് ഒരു ചോദ്യം കൂടെ വരാറുണ്ട്. ഡെപ്ത് ഓഫ് ആൻ ആർച്ച് ഈസ് മോർ ദാൻ എന്തായിരിക്കും? മോർ ദാൻ എ സ്പ്രിംഗിംഗ് പോയിന്റ് ആൻഡ് ഷേപ്പ് ഓഫ് ദ എക്സ്ട്രാഡോസിസ്. അപ്പോൾ ഓർത്തു വെക്കാം. ഇതിനകത്ത് ഡെപ്ത് ഓഫ് ആൻ ആർച്ച് ഈസ് മോർ ദാൻ ദ സ്പ്രിംഗിംഗ്. അപ്പൊ ഓർത്തു വെക്കാം. ഇതിൽ ഫ്ലോറന്റൈൻ ആർച്ച് വരയ്ക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഫ്ലോറന്റൈൻ ആർച്ചിന് നടുക്കൊരു സെമി സർക്കുലർ പോർഷൻ ആയിരിക്കും ഓർത്തു വെക്കാം. അതേപോലെ ഡെപ്ത് ഓഫ് ആൻ ആർച്ച്, എന്നിട്ട് അടുത്ത ഫ്ലോറന്റൈൻ ആർച്ചിന്റെ ഈ 2 പോയിന്റ് വരയ്ക്കും. അപ്പൊ ഫസ്റ്റ് ഒരു സെന്റർ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനൊരു സെമി സർക്കിൾ വരച്ചു. അതേപോലെ ഓർത്തു വെക്കുക, അടുത്തത് ഇതിന്റെ സെന്റർ വെച്ചുകൊണ്ട് ഈ ഒരു പോയിന്റ് എടുക്കും. ഇതിന് മേലോട്ട് ഞാൻ ഇങ്ങനെ വരച്ചു. ഇവിടുന്ന് ഈ പോയിന്റ് റേഡിയസ് ആയിട്ട് എടുത്ത് മേലോട്ട് വരച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ഡെപ്ത് വരുന്നുണ്ട്. ഈ എക്സ്ട്രാഡോസിന് ഇവിടെ വരുന്ന ഡെപ്ത് വരുന്ന ഏത് ആർച്ചും?
ഫ്ലോറന്റൈൻ ആർച്ചാന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഓർത്ത് വെക്കുക, ഫ്ലോറന്റൈൻ ആർച്ചിന് തന്നെ ഈ ഒരു ഡെപ്ത് വളരെ കൂടുതലായിരിക്കും. അത് PSCക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഡെപ്ത് കൂടുതലുള്ള ആർച്ച് എവിടെ ആയിരിക്കും? എക്സ്ട്രാഡോസുമായിട്ട് ബന്ധപ്പെടും. അപ്പൊ ഡെപ്ത് ഓഫ് ആൻ ആർച്ച് മോർ ദാൻ എ സ്പ്രിംഗിങ് ലൈൻ ആൻഡ് ഷേപ്പ് ഓഫ് ആൻ എക്സ്ട്രാഡോസി. അപ്പൊ ഷേപ്പ് ഓഫ് ദ എക്സ്ട്രാഡോസി, ഷേപ്പ് ഓഫ് ആൻ ഇൻട്രാഡോസി. ഓക്കെ, അതൊന്നും ഓർത്ത്, ഞാൻ അതിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടില്ല, അതും കൂടെ ഓർത്ത്. ഡെപ്ത് ഇവിടെ കൂടുതലുള്ള ആർച്ച് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഫ്ലോറന്റൈൻ ആർച്ച് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഓർത്ത് വെക്കുക, വെനീഷ്യൻ ആർച്ചിന് 4 സെന്റർ ആണ്, ഫ്ലോറന്റൈൻ ആർച്ചിന് 3 സെന്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി അതേപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻവേർട്ടഡ് ആർച്ച്. ഇൻവേർട്ടഡ് ആർച്ച്, ഇൻവേർട്ടഡ് ആർച്ചിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയറിംഗ് കപ്പാസിറ്റി, പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ ഫൗണ്ടേഷന് പകരം ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ആർച്ചസ് ആയിരിക്കും. ആർച്ച് ഇങ്ങനെ തിരിച്ചു വെച്ച് കൊടുത്തിട്ടായിരുന്നു നമ്മൾ എന്തോ ചെയ്യുന്നത്, പണ്ട് കാലങ്ങളിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്, ഇതിന് നമ്മൾ ചെയ്യുന്നു. അപ്പം ഓർത്തു വെക്കുക, ബിയറിംഗ് കപ്പാസിറ്റി. അപ്പൊ ആർച്ച് കൺസ്ട്രക്ട് ടു ഇൻക്രീസ് ദ ബിയറിംഗ് കപ്പാസിറ്റി. ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആർച്ച് ഏതായിരിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവേർട്ടഡ് ആർച്ച്. അപ്പൊ സോയിലുമായിട്ട് എന്ത് ബന്ധപ്പെട്ട ഒരു ആർച്ചിന്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഇൻവേർട്ടഡ് ആർച്ച് ആണെന്ന് ഓർത്തു വെക്കുക. ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ ആർച്ച് കൺസ്ട്രക്റ്റഡ് ടു ഇൻക്രീസ് ദ ബിയറിംഗ് കപ്പാസിറ്റി. ബിയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഏത് ആർച്ച് ആയിരിക്കും? ഇൻവേർട്ടഡ് ആർച്ച് ആണെന്ന് ഓർത്തു വെക്കുക. അതേപോലെ ഓർത്തു വെക്കുന്ന ഒരു ചോദ്യം കൂടെ ഉള്ളു, റിലീവിംഗ് ആർച്ച്. റിലീവിംഗ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. റിലീവിംഗ് ആർച്ച് എന്ന് പറഞ്ഞാൽ ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ കട്ട, എല്ലായിടത്തും ഇങ്ങനെ കട്ട വെച്ച് ഇങ്ങനെ കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് റിലീവിംഗ് ആർച്ച് എന്ന് പറഞ്ഞാൽ. റിലീവിംഗ് ആർച്ച് എന്ന് പറഞ്ഞാൽ ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആർച്ച് ഏതായിരിക്കും? റിലീവിംഗ് ആർച്ച് ആണ് ഓർക്കുക. പിന്നെ ഒരൊറ്റ ആർച്ചേ ഉള്ളൂ, ബുൾസൈ ആർച്ച്. അത് ചോദിച്ചിട്ടുണ്ട്. ബുൾസൈ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഈ ബ്രിക്ക് സീവർ എന്ന് പറഞ്ഞാൽ അഴുക്ക് ചാലുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കല്ല് കൊണ്ട് ഇങ്ങനെ ബ്രിക്ക് കൊണ്ട് ഇങ്ങനെ ആർച്ച് ഉണ്ടാക്കും. അതാണ് ബുൾസൈ. ഒരൊറ്റ സെന്ററേ കാണത്തുള്ളൂ ബുൾസൈ ആർച്ച്. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. ബുൾസൈ ആർച്ചിന് എത്ര സെന്റർ ഉണ്ട്? 1 സീവർ. അപ്പൊ ബുൾസൈ ആർച്ചിന് എത്ര സെന്റർ ഉണ്ട്? 1 സെന്ററേ ഉള്ളൂ. അത് എവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ബ്രിക്ക് സീവറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓർത്തുവെക്കുക. ബ്രിക്ക് സീവറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബുൾസൈ ആർച്ച്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് PSCക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ ആദ്യം ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഓർത്തു വെക്കാം. ആദ്യം ഒന്ന് പറഞ്ഞേ എന്തായിരിക്കും ലക്ഷ്മി? ഇന്നർ കർവ് ഓഫ് ആൻ ആർച്ചിന് എന്ത് പേരിൽ അറിയപ്പെടാൻ പറ്റും ലക്ഷ്മി? ഇൻട്രാഡോസ്. ഓർത്ത്, ഇൻട്രാഡോസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കർവിനെ എന്ത് വിളിക്കാൻ പറ്റും? ഹിരൺ, എക്സ്ട്രാഡോസ് എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഓർത്ത് വെക്കുക, വെജി ഷേപ്ഡ് യൂണിറ്റ് ഫോമിംഗ് ഓഫ് ആൻ ആർച്ചിനെ എന്ത് വിളിക്കാൻ പറ്റും? അജിത ദില്ലി, ഫൗസിയർ എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഓർത്ത് വെക്കുക. ഇനി അതേപോലെ ഫൗസിയർ എന്ന്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ആൻ ആർച്ചിനെ എന്ത് പേര് വിളിക്കാൻ പറ്റും? ടീന, സ്പ്രിംഗ് പോയിന്റ് എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഓർത്ത് വെക്കുക. അതേപോലെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ആൻ ആർച്ചിനെ എന്ത് വിളിക്കാൻ പറ്റും? സൗമ്യ, ക്രൗൺ ഓർത്ത് വെക്കുക. അതേപോലെ ഓർത്ത് വെക്കുക, ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഉപയോഗിക്കുന്ന ക്രൗണിൽ താഴെ വെക്കുന്ന വൗസിയറിനെ എന്ത് പേര് വിളിക്കാൻ പറ്റും? സ്വാതി. ടോപ്പ് മോസ്റ്റ് പോയിന്റ് താഴെ വെക്കുന്ന എന്ന് വിളിക്കാം. അതേപോലെ ഓർത്ത് വെക്കുക, സ്റ്റാർട്ടിംഗ് അപ്പൊ ഫസ്റ്റ് പോയിന്റ്, അപ്പം ആദ്യം വെക്കുന്ന ഫസ്റ്റ് വൗസിയറിന് എന്ത് പേരിൽ പറയാൻ പറ്റും? ജ്യോതി മാത്യു. അതായിരിക്കും സ്പ്രിംഗിങ് പോയിന്റ് ആണ്, സ്പ്രിംഗർ ആണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അതുപോലെ എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ചിനെ എന്ത് വിളിക്കാൻ പറ്റും? വിനീഷ് ഏട്ടാ, എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച് ഏതാണ് ഏട്ടാ? അബട്ട്മെന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിനെ എന്ത് വിളിക്കാൻ പറ്റും? ഷെഫിനെ പിയർ എന്ന് ഓർത്ത് വെക്കാം. അപ്പം പിന്നെ ലോവർ ഹാഫ് മോസ്റ്റ് പോർഷൻ ഓഫ് ആൻ ആർച്ചിനെ എന്ത് വിളിക്കാൻ പറ്റും? ജയന്ത്, ഹോഞ്ച് എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട്, കാരണം കുറെ ടെക്നിക്കൽ ടൈം ഉണ്ട്. ഫ്ലാറ്റ് ആർച്ചിനെ കുറിച്ചും ആർക്ക് പറയാൻ പറ്റും? ഫാത്തിമ, എല്ലാ പോയിന്റും ഒന്ന് പറഞ്ഞ ഫ്ലാറ്റ് ആർച്ചിനെ കുറിച്ചുള്ള. ഫാത്തിമ, പോട്ടെ. നസീം എന്ന് പറഞ്ഞു കൊടുത്തേ, ഫ്ലാറ്റ് ആർച്ചിനെ കുറിച്ച് എല്ലാ പോയിന്റും ഒന്ന് പറഞ്ഞു പറഞ്ഞേ. അത് 1 സെന്റർ ആർച്ച് ആണ്. ആംഗിൾ ബിറ്റ്വീൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. പിന്നെ മേക്കിംഗ് ട്രയാങ്കിൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അതിന്റെ സ്പാൻ ലിമിറ്റ് 1.5 മീറ്റർ ആണ് സ്പാൻ ലിമിറ്റ്. ഓക്കേ, അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഫ്ലാറ്റ് ആർച്ച് ഹൊറിസോണ്ടൽ ആർച്ച് എന്നും പറയാം. ഓക്കെ, അത് ഓർത്ത് വെക്കാം. ഇനി അതേപോലെ ഓർത്ത് വെക്കാം, സെഗ്മെന്റൽ ആർച്ചിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കണം? റഫീന സുബൈർ. അപ്പൊ റഫീന പറഞ്ഞു.
Segmental arch one-centered arch ആണ്. Most commonly used arch ആണ് segmental arch. ഓക്കെ, അപ്പൊ സ്റ്റിൽറ്റഡ് ആർച്ചിനെ കുറിച്ച് എങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും? ലിജു തോമസ് ഏട്ടാ, ലിജു പറഞ്ഞോ. അപ്പൊ വെർട്ടിക്കൽ പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആർച്ചിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറയാം. അപ്പൊ ഹോഴ്ഷൂ ആർച്ചിനെ എങ്ങനെ തന്നെ പറയാൻ പറ്റും? ലിജു ചേട്ടാ പറഞ്ഞു. സെമി സർക്കിളിനേക്കാളും കൂടുതലായിട്ട് അപ്പൊ സെമി സർക്കിളിനേക്കാളും കൂടുതൽ വരുന്നതിനാണ് ഹോഴ്ഷൂ ആർച്ച് എന്ന് പറയാം. സെമി എലിപ്റ്റിക്കൽ ആർച്ചിനെ കുറിച്ച് എബിൻ ജോൺസൺ ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സെമി എലിപ്റ്റിക്കൽ ആർച്ചിന്റെ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം? ഏറ്റവും കൂടുതൽ സെന്റേഴ്സ് ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ സെന്റേഴ്സ് ഉള്ള ആർച്ചിനെ വിളിക്കുന്ന പേരാണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് ഓർത്തു വെക്കാം. അതേപോലെ ജയലക്ഷ്മി ഒന്ന് പറഞ്ഞ പോയിന്റഡ് ആർച്ചിനെ കുറിച്ച് ഒന്ന് പറയണം. ആ പോയിന്റഡ് ആർച്ചിനെ കുറിച്ച് പറ ജയലക്ഷ്മി. ഇല്ല, പോട്ടെ. ലക്ഷ്മി പറഞ്ഞോ. പോയിന്റഡ് ആർച്ചിനെ കുറിച്ച് എന്താ കാര്യം ഓർക്കണം? പോയിന്റഡ് ആർച്ച് അല്ലെങ്കിൽ ലാൻസെന്റ് ആർച്ചിനെ കുറിച്ച് എന്താ കാര്യങ്ങൾ ഓർത്തു വെക്കണം? ടു സെന്റേർഡ് ആണ്, ഐസോസ്ലസ് ട്രയാങ്കിൾ ഫോം ചെയ്യും. ഓക്കെ, ഇതേപോലെ ഓർത്തു വെക്കാം. രണ്ടെണ്ണം കൂടെ കണക്ട് ചെയ്ത് പറയണം. ആർക്ക് പറയാം? ഹിരൺ ഒന്ന് പറഞ്ഞേ. വെനീഷ്യൻ ആർച്ചും ഫ്ലോറന്റൈൻ ആർച്ചും കൂടെ ഒന്ന് കണക്ട് ചെയ്തൊന്ന് പറഞ്ഞേ. ഹിരൺ. ഫ്ലോറന്റൈൻ ആർച്ച് 3 സെന്റർ ആണ്. വെനീഷ്യൻ ആർച്ച് 4 സെന്ററും ഫ്ലോറന്റൈൻ ആർച്ചും 3 സെന്ററും. ഓക്കെ, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ട. അതേപോലെ ഓർത്തു വെക്കുന്ന മറ്റൊരു കാര്യം എന്തായിരിക്കും? ആ വിനീഷട്ട ഒന്ന് പറഞ്ഞ ഇൻവേർട്ടഡ് ആർച്ചും റിലീവിംഗ് ആർച്ചും കൂടെ ഒന്ന് പറഞ്ഞേ. ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറഞ്ഞ എന്തായിരിക്കും? Inverted arch constructed to increase bearing capacity. ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻവേർട്ടഡ് ആർച്ച്. റിലീവിംഗ് ആർച്ച് എന്തിനു വേണ്ടി എടുക്കുന്ന കേട്ടോ? ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടി ഒന്ന് ഓർത്തു വെക്കാം. അതേപോലെ ഓർത്തു വെക്കണം എന്തായിരിക്കും? അതേപോലെ ദേവി നന്ദു ഒന്ന് പറഞ്ഞ് എന്തൊക്കെയായിരിക്കും ബുൾസൈ ആർച്ചിനെ കുറിച്ച് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ? വൺ സെന്റർ ആർച്ചാണ്. ബിഗ് സെർവറിന് വേണ്ടി യൂസ് ചെയ്യും. റിസീവറിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കുക. പക്ഷെ ഇത് മാത്രമല്ലടാ, ഇനി ഇത്രയും കൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം PSC റയർ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് ഇട്ടിട്ടുണ്ട്. അത് ഓർത്തു വെക്കുക. ഡ്രോപ്പ് ആർച്ച് എന്ന് പറഞ്ഞാൽ എത്ര സെന്റർ ആണെന്ന് ചോദിക്കാറുണ്ട്. ഡ്രോപ്പ് ആർച്ചിന് എത്ര സെന്റർ ആണെന്ന് ഓർത്തു വെക്കുക. ഡ്രോപ്പ് ആർച്ചിന് 2 സെന്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഓർത്തു വെക്കുക, ഡ്രോപ്പ് ആർച്ചിന് എത്ര സെന്റർ ഉണ്ട്? 2 സെന്റർ ഉണ്ടെന്ന് ഓർത്തു വെക്കുക. അതേപോലെ PSCക്ക് ചോദിക്കാറുണ്ട് ടൂഡർ ആർച്ചിന് എത്ര സെന്റർ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ടൂഡർ ആർച്ചിന് എത്ര സെന്റർ ഉണ്ട്? 4 സെന്റർ. ഇതൊക്കെ റയർ ആയിട്ട് വരുന്ന, അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ടൂഡർ ആർച്ചിന് എത്രയാണ്? 4 സെന്റർ ഉണ്ടെന്ന് ഓർത്തു വെക്കുക. അതേപോലെ PSCക്ക് ചോദിക്കാറുണ്ട് ചർച്ചിനും ടോംബും, ഈ പള്ളികളുടെ മേളിലത്തെ ഗോപുരമൊക്കെ ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ഓഗി ആർച്ച്. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓർത്തു വെക്കുക എന്തായിരിക്കും? ഡ്രോപ്പ് ആർച്ച് എന്ന് പറഞ്ഞ 2 സെന്റർ, ടൂഡർ ആർച്ച് എന്ന് പറഞ്ഞ 4 സെന്റർ, ചർച്ചിന്റെയും പള്ളിയുടെയും മേളിൽ കൊടുക്കുന്ന ആർച്ചാണ് ഓഗി ആർച്ച് എന്ന് ഓർത്തു വെക്കുക. PSCക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ഈ ആർച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം നമ്മൾ എന്തോ ചെയ്യൂടാ. അപ്പം ഓർത്തു വെക്കുക, ആർച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ നമ്മളെ ആർച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇന്നർ കർവും എക്സ്റ്റേണൽ കർവും ഒക്കെ വരയ്ക്കും എന്ന് പറയും. അപ്പൊ ഇത് നമുക്ക് സൈറ്റിൽ നിൽക്കുന്നവർക്ക് അറിയാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവന്മാർ 2 കയറെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ആർച്ച് എടുത്ത് ഇങ്ങനെ ചോക്ക് പീസ് കൊണ്ട് ഇങ്ങനെ വര വരയ്ക്കും. അടുത്ത പിടിക്കും, അടുത്ത വാച്ച് കൊണ്ട് ഇങ്ങനെ ചോക്ക് പീസ് കൊണ്ട് 2 വരയ്ക്കും. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന സംഭവം ഇല്ലേ, അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? ആ സ്ട്രിക്കിംഗ് അപ്പ് ഓഫ് സെന്റർ. അപ്പൊ ആ ഒരു സെന്ററിനെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇല്ല, അതാണ് സ്ട്രിക്കിംഗ് അപ്പ് ഓഫ് സെന്റർ എന്ന് പറയും. ഈ സ്ട്രിക്കിംഗ് അപ്പ് ഓഫ് സെന്റർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിക്കും. അതാണ് സാൻഡ് ബോക്സ് മെത്തേഡ് എന്ന് പറയും. അപ്പൊ സാൻഡ് ബോക്സ് മെത്തേഡ് ആണ് സ്ട്രിക്കിംഗ് അപ്പ് ഓഫ് സെന്റർ എന്ന് പറയും. അപ്പൊ ഓർത്തു വെക്കുക, ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുന്ന പരിപാടി ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രിക്കിംഗ് അപ്പ് ഓഫ് സെന്റർ എന്ന് പറയും. അതിനെ വിളിക്കുന്ന, ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സാൻഡ് ബോക്സ് മെത്തേഡ്. അത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആർച്ചിന്റെ സെന്റർ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് സ്ട്രിക്കിംഗ് അപ്പ് ഓഫ് സെന്റർ. ആ മെത്തേഡിന്റെ പേരാണ് സാൻഡ് ബോക്സ് മെത്തേഡ് എന്ന് ഓർത്തു വെക്കുക. ഇനി PSCക്ക് റിപ്പീറ്റ് ആയിട്ടൊരു ചോദ്യം വരും. എ ടെമ്പററി സ്ട്രക്ചർ എന്തായിരിക്കും? ടെമ്പററി സ്ട്രക്ചർ റിക്വയർഡ് ടു കൺസ്ട്രക്ട് ദ ബ്രിക്ക് സ്റ്റോൺ ഓർ കോൺക്രീറ്റ് ആർച്ച് ഡ്യൂറിംഗ് ദെയർ കൺസ്ട്രക്ഷൻ. അവിടെ ഈ ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? അടിയിൽ ഇങ്ങനെ തട്ട് കൊടുക്കും. ഇങ്ങനെ അടി തട്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ആർച്ചിനെ മേളിൽ വെച്ചു കൊടുക്കുന്നത്. ഈ ആർച്ചിനെ മേളിൽ വെച്ചു കൊടുക്കുമ്പോൾ ഈ തട്ട് കൊടുക്കും. ഈ തട്ട് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സെന്ററിങ് എന്ന് പറയും. അപ്പൊ ഓർത്തു വെക്കുക, എ ടെമ്പററി സ്ട്രക്ചർ റിക്വയർഡ് ടു സപ്പോർട്ട് ദ ബ്രിക്ക് ഓർ സ്റ്റോൺ ഓർ എ കോൺക്രീറ്റ് ആർച്ച് ഡ്യൂറിംഗ് ദെയർ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്ലൈവുഡൊക്കെ ഇങ്ങനെ വളച്ച് അതിന് മേലോട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വെച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സെന്ററിങ്. അപ്പൊ PSCക്ക് ഇത്രയും കാര്യങ്ങളെ മാക്സിമം ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഓർത്തു വെക്കാമല്ലോ, ഇത്രയും ടെക്നിക്കൽ ടൈം പഠിക്കുക, ഇത്രയും എക്സ്ട്രായും കൂടെ പഠിക്കുക. അത്രയും പഠിക്കുമ്പോഴത്തേക്ക് ആർച്ചിന്ന് വരുന്ന ഒരുവിധം ചോദ്യങ്ങൾ മൊത്തം കിട്ടും. അപ്പോൾ ഓർത്തു വെക്കുക, ഡ്രോപ്പ് ആർച്ചിന് 2 സെന്റർ ഉണ്ട്, ടൂഡർ ആർച്ചിന് 4 സെന്റർ ഉണ്ട്. അതേപോലെ ചർച്ച്,
ഒക്കെ ഉപയോഗിക്കുന്ന ഓഗി ആർച്ചാന്ന് ഓർത്ത് വെക്കുക. ആ ടെമ്പററി സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സെന്ററിംഗ് എന്ന് ഓർത്ത് വെക്കുക. അതിന്റെ സെന്റർ കണ്ടുപിടിക്കുന്നതാണ് സ്ട്രിക്കിംഗ് അപ്പ് ഓഫ് സെന്റർ എന്ന് ഓർത്ത് വെക്കുക. അത് ഏത് മെത്തേഡ്? സാൻഡ് ബോക്സ് മെത്തേഡ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി ഒരു 2 കാര്യങ്ങൾ ഓർത്ത് ചെയ്താൽ മതി. നമ്മൾ ഓരോ മേശരിമാരെ ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അനുസരിച്ച് നമുക്ക് അപ്പൊ ആർച്ചിനെ 3 രീതി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ എന്തായിരിക്കും മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ആർച്ച്. ഇത്രയും കാര്യങ്ങളാകുമ്പോഴത്തേക്ക് ആർച്ചിന്റെ കാര്യങ്ങളെല്ലാം തീരും. അപ്പോൾ ഓർത്ത് വെക്കുക, അക്കോർഡിംഗ് ടു വർക്ക്മാൻഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആർച്ചിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഓർത്ത് വെക്കുക, ഫസ്റ്റ് ആർച്ച് ആണ് റഫ് ആർച്ച് എന്ന് പറയും. അപ്പൊ സിമ്പിൾ ആണ്. റഫ് ആർച്ച് എന്താണ്? സാധാരണ നമ്മൾ റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ബ്രിക്ക് എടുക്കുക. നമ്മൾ സാധാരണ റെക്ടാങ്കുലർ ആയിട്ടുള്ള കട്ടയില്ലേ, ഇത് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യൂടാ, ഇത് വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് വളയും തോറും എക്സ്ട്രാഡോസിന്റെ അടുത്ത് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ വിഡ്ത്ത് കൂടി വരും. അതാണ് PSCക്ക് ചോദിക്കുന്നത്. അപ്പൊ ആർച്ച് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് സാധാരണ ഒരു റെക്ടാങ്കുലർ ബ്രിക്ക് ഇല്ലേ, റെക്ടാങ്കുലർ ഷേപ്പ് ബ്രിക്ക് വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിരം കുഴപ്പം കാരണം നമ്മൾ ഈ റെക്ടാങ്കുലർ എത്ര പിടിക്കാൻ വേണ്ടി കട്ട ചരിക്കുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും? എക്സ്ട്രാ ഡോസിന്റെ അളവിൽ എന്തോ ചെയ്യൂടാ, ഇവിടെ വീതി കൂടും. അതാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, എന്തായിരിക്കും റഫ് ആർച്ചിനെ കുറിച്ച് ഓർത്തു വെക്കുക? മോട്ടാർ ജോയിന്റ് ബിക്കം വൈഡർ ഓൺ എക്സ്ട്രാ ഡോസ്. അപ്പൊ ഓർത്തു വെക്കുക, മോട്ടാർ ജോയിന്റ് വൈഡർ ആവുകയാണ്. മോട്ടാർ ജോയിന്റ് വിൽ ബി വൈഡർ ഓൺ എക്സ്ട്രാ ഡോസ്. അതിനെ വിളിക്കുന്ന പേരാണ് റഫ് ആർച്ച് എന്ന് പറയും. അപ്പൊ ഓർത്തു വെക്കുക, എന്താണ് റഫ് ആർച്ച് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡോസിന്. അപ്പൊ ഓർത്തു വെക്കുക, മോട്ടാർ ജോയിന്റ് വിൽ ബി വൈഡർ ഓൺ എക്സ്ട്രാ ഡോസ്. അതിനെ വിളിക്കുന്ന പേരാണ് റഫ് ആർച്ച് എന്ന് ഓർത്തു വെക്കുക. അത് മാത്രം ഓർത്തു വെച്ചിരുന്നാൽ മതി. റഫ് ആർച്ച് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഷേപ്പ് വെച്ച് കട്ട കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആർച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ വിളിക്കുന്ന പേരാണ് റഫ് ആർച്ച് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഓർത്തു വെക്കുന്ന മറ്റൊരു കാര്യം, എക്സ്ട്രാ ഡോസിന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ചാന്ത് വൈഡർ ആയി പോകും. അപ്പൊ എക്സ്ട്രാ ഡോസ്, അപ്പം മോട്ടാർ ജോയിന്റ് വിൽ ബി വൈഡർ ഓൺ എക്സ്ട്രാ ഡോസ്. അതിനെ വിളിക്കുന്നതാണ് റഫ് ആർച്ച്. അപ്പൊ ഓർത്തു വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്തായിരിക്കും ഇവിടെ? മോട്ടാർ ജോയിന്റ് വിൽ ബി, മോട്ടാർ ജോയിന്റ് എന്തോ ചെയ്യുവാടാ? മോട്ടാർ ജോയിന്റ് വിൽ ബി വൈഡർ ഓൺ എക്സ്ട്രാ ഡോസ്. എക്സ്ട്രാ ഡോസിന് എടുത്ത് വരുമ്പോഴത്തേക്ക് മോട്ടാർ ജോയിന്റിന്റെ വീതി കൂടി പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റഫ് ആർച്ച് എന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ ആർച്ചിനെ വിളിക്കുന്ന പേരാണ് ആക്സിഡ് ആർച്ച് എന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ ആർച്ച് ഏതാണ്? ആക്സിഡ് ആർച്ച്. ഈ ആക്സിഡ് ആർച്ചിന്റെ പ്രത്യേകത എന്തായിരിക്കും? വൗസിയേഴ്സ് വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കരണ്ടി എടുത്തുകൊണ്ട് 2 സൈഡിൽ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോഴത്തേക്ക് പ്രത്യേകത എന്തായിരിക്കും? എക്സ്ട്രാ ഡോസ് അത്രയും കൂടത്തില്ല. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിഡ് ആർച്ച്. അപ്പൊ ആക്സിഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡോസ് എന്തായിരിക്കും? വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ആണെന്ന് ഓർക്കുക. വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ആയിരിക്കും. അതൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ആക്സിഡ് ആർച്ചിന്റെ മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ് ചോദിച്ചിട്ടുണ്ട്. മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 3 mm to 6 mm ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ആക്സിഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കരണ്ടി എടുത്ത് സൈഡ് 2 കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ വെക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? എക്സ്ട്രാ ഡോസിന്റെ അത്രയും നമ്മൾ തിക്നെസ് കുറയ്ക്കാൻ പറ്റും. അത് എത്രയാണ്? 6 mm to 3 mm to 6 mm ആണെന്ന് ഓർത്തുക. പിന്നെ ഒരു ആർച്ചും കൂടെ ചോദിക്കാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഗേജ്ഡ് ആർച്ച് എന്ന് പറയും. അപ്പൊ ഗേജ്ഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ വെൽ ട്രസ്ഡ് വൗസിയർ. അപ്പൊ വെൽ ട്രസ്ഡ് വൗസിയർ നന്നായിട്ട് നമ്മൾ മെഷീൻ കട്ടൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗേജ്ഡ് ആർച്ച് എന്ന് ഓർത്തു വെക്കുക. അതിന്റെ മോട്ടാർ ജോയിന്റ് PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. 0.75 mm to എന്തായിരിക്കും? 1.5 mm ആണെന്ന് ഓർത്തുവെക്കുക. ഗേജ്ഡ് ആർച്ചിന്റെ മോട്ടാർ ജോയിന്റ് എന്ന് പറഞ്ഞാൽ 0.75 mm to 1.5 mm ആണെന്ന് ഓർത്തുവെക്കാം. ഇനി അതേപോലെ PSCക്ക് ചോദിക്കും മെറ്റീരിയൽ യൂസ്ഡ്. അപ്പൊ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ആർച്ച്. ആർച്ചിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഓർത്തുവെക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾ ഓർത്തുവെക്കേണ്ട പല ടൈപ്പ് ആർച്ച് ഉണ്ട്. അപ്പൊ നിങ്ങളൊന്നും പേടിക്കണ്ട. ഫസ്റ്റ് സ്റ്റോൺ ആർച്ച് ഉണ്ട്. PSCക്ക് ചോദിക്കുന്ന 3 എണ്ണമാണ്. സ്റ്റോൺ ആർച്ച് ഉണ്ട്, ബ്രിക്ക് ആർച്ച് ഉണ്ട്. അപ്പൊ സ്റ്റോൺ ആർച്ച്, ബ്രിക്ക് ആർച്ച് ഇതിന്റെയൊക്കെ മാക്സിമം നമ്മൾ ഓർത്തു വെക്കുക. സ്റ്റോൺ ആർച്ചും ബ്രിക്ക് ആർച്ചും ഇതിന്റെ ഒക്കെ ലോഡ് എടുക്കുന്ന സ്പാൻ 1 മീറ്ററേ ഉള്ളൂ. പേടിക്കേണ്ട. സ്റ്റോൺ ആർച്ച് ആണെങ്കിലും ബ്രിക്ക് ആർച്ച് ആണെങ്കിലും PSCക്ക് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ. ഇതിന്റെ സ്പാൻ എടുക്കുന്നത് എത്ര ആയിരിക്കും? 1 മീറ്റർ ആണെന്ന് ഓർത്തു വെക്കുക. ഏത് സ്പാൻ എടുക്കാൻ പറ്റുന്ന ഏത് ആർച്ച് ആയിരിക്കും ഇവിടെ? കോൺക്രീറ്റ് ആർച്ച് ആണെന്ന് ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളെ PSCക്ക് ആർച്ച് പഠിക്കുമ്പോഴത്തേക്ക് എന്തോ ചെയ്യും? ഇത്രയും കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇനി ചോദിക്കാനേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യും? ആർച്ചിനകത്തിൽ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ആർച്ചിനകത്തിൽ നമുക്ക് വേറൊരു കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കാം. ആർച്ചിൽ ഉപയോഗിക്കുന്ന സ്റ്റോൺ ആർച്ചിൽ ഉപയോഗിക്കുന്ന ജോയിന്റ് ഏതായിരിക്കും? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു. ജോയിന്റ് ഇൻ സ്റ്റോൺ ആർച്ച്. സ്റ്റോൺ ആർച്ച് യൂസ് ചെയ്യുന്ന ജോയിന്റ് ഏതായിരിക്കും? അറിയാവുന്നവര് പറഞ്ഞു. സ്റ്റോൺ ആർച്ച് യൂസ് ചെയ്യുന്ന ജോയിന്റ് ഏതായിരിക്കും? റിബേറ്റഡ് ജോയിന്റ്. സാധാരണ ആർച്ച് യൂസ് ചെയ്യുന്ന ജോയിന്റ് ഏതായിരിക്കും? ബ്രിക്ക് ആർച്ച് യൂസ് ചെയ്യുന്നത് അറിയാവോ മീനു? സാധാരണ ആർച്ച് യൂസ് ചെയ്യുന്ന ജോയിന്റ് ഏതാ? ടീന ഒന്ന് പറഞ്ഞു നോക്കിയേ, അറിയാവോ? ലാബ് ജോയിന്റ് ഇല്ലേ? എന്തായിരിക്കും? ലാബ് ജോയിന്റ്. ലാബ് ജോയിന്റോ? തമ്മിൽ ഇങ്ങനെ
ചേർത്ത് വെക്കുന്നു. ആ നന്നായി. അപ്പൊ മതി. അപ്പൊ ഓർത്ത് വെക്കുക. സ്റ്റോൺ ആർച്ച് എന്ന് ഓർത്ത് വെക്കുക. അതിൽ കുറച്ച് ജോയിന്റ് നമ്മൾ ആദ്യം ഓർത്ത് വെക്കുക. ഫസ്റ്റ് നമുക്ക് PSC കുറച്ച് ചോദിക്കുന്നതാണ്. ആഷ്ലാർ മേസണറി യൂസ് ചെയ്യുന്ന ഏതാണ്? അതാണ് ഫ്ലഷ് ജോ. എനിക്കും കൂടെ തിരിഞ്ഞു. അത് ഞാൻ നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് നാളെ പറയാതെ എന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇത്രയും ആർച്ചാണ് മെയിൻ ആയിട്ട്. ഇത് നമ്മൾ നാളെ പറഞ്ഞുതരാതെ. അപ്പൊ ഇത്രയും ആർച്ചാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇന്നത്തെ ആർച്ചിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. ഈ നേരത്തിന് ഒന്നും കൂടെ പറയേണ്ട എന്തെങ്കിലും ഉണ്ടോ? ആർച്ചിൽ നിന്ന് എന്തെങ്കിലും ഇനി കിട്ടാതെ പോയിട്ടുണ്ടോ ആർക്കെങ്കിലും? കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന സെക്ഷൻ ആയിരിക്കും, അതുകൊണ്ടാണ് സ്പീഡിൽ പോയത്. ഇനി എന്തെങ്കിലും ഡൗട്ട് വന്ന സെക്ഷൻ ഉണ്ടോ? ചോദിച്ചു. ആരെങ്കിലും ചോദിച്ചു? ആർച്ചിനകത്ത് എന്തെങ്കിലും ഒന്നുകൂടെ പറയേണ്ടതിലും ഉണ്ടോ? ഓക്കെ ആണോ? Temporary structure required to support the brick and പേരെന്തോ? അപ്പൊ അതിന് ടെമ്പററി സ്ട്രക്ചർ, അതിനെ സെൻട്രിങ് എന്ന് പറയും കേട്ടോ. അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിങ് എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ സ്ട്രിക്കിംഗ്, സ്ട്രിക്കിംഗ് അപ്പ് ഓഫ് സെന്ററിനെ വിളിക്കുന്ന ഏത് മെത്തേഡ് ആണെന്ന് ചോദിക്കാറുണ്ട്. അത് സാൻഡ് ബോക്സ് മെത്തേഡ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ആർച്ച് യൂസ് ചെയ്യുന്ന ജോയിന്റ് ഏതായിരുന്നു? ആർച്ച് യൂസ് ചെയ്യുന്ന ജോയിന്റ് റിബേറ്റഡ് ജോയിന്റ് ആണ്. സ്റ്റോൺ ആർച്ച് യൂസ് ചെയ്യുന്ന ജോയിന്റ് ആണ് റിബേറ്റഡ് ജോയിന്റ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സാധാ ആർച്ച് അത് ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്ക് രണ്ടും കൂടെ തിരിഞ്ഞു പോയി. ബഡ് ജോയിന്റ് ഓർത്തൊക്കെ. ബഡ് ജോയിന്റ് ആണ് സാധാരണ യൂസ് ചെയ്യുന്ന ജോയിന്റ് ആണ് ബഡ് ജോയിന്റ്. ആർച്ചിൽ ഉപയോഗിക്കുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അതില്ല ജോയിന്റ് ഇല്ല, അതാണ് ബഡ് ജോയിന്റ് എന്ന് ഓർത്ത് വെക്കുക. ഫ്ലഷ് ജോയിന്റ് യൂസ് ചെയ്യുന്ന ആഷ്ലാർ മേസൺറിക്ക് അല്ലായിരുന്നു മീനു നമ്മൾ അന്ന് പറഞ്ഞു തന്നെ. അപ്പൊ മൂന്നും കിട്ടി. അപ്പൊ ഓർത്ത് വെക്കുക. ഫസ്റ്റ് എന്ന് ഓർത്ത് വെക്കുക, സാധാരണ നമ്മൾ ആർച്ചിൽ ഉപയോഗിക്കുന്ന ജോയിന്റ് ആയിരുന്നു ചോദിക്കാറുണ്ട്. അത് ബഡ് ജോയിന്റ്. സാധാരണ ബ്രിക്ക് വർക്ക് ചെയ്യത്തില്ലടാ. ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക, അതാണ്ട് ഇങ്ങനെ വെച്ചല്ലേ നമ്മൾ ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ സാധാരണ കോമൺലി യൂസ് ചെയ്യുന്ന ജോയിന്റ് ഏതാടാ? ബഡ് ജോയിന്റ്. ബ്രിക്കിന്റെ ആർച്ചിന്റെ ആണെങ്കിൽ ബഡ് ജോയിന്റ്. അതേസമയം സ്റ്റോണിന്റെ ആർച്ച് ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ജോയിന്റ് ഏതായിരിക്കും? റിബേറ്റഡ് ജോയിന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ആഷ്ലാർ മേസണറി യൂസ് ചെയ്യുന്നത് ഫ്ലഷ് ജോയിന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഈ 3 ജോയിന്റുകളും പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ചോദ്യമാണ്. അപ്പൊ ഓർത്ത് വെക്കുക, സാധാരണ ഓർഡിനറി ആർച്ച് യൂസ് ചെയ്യുന്നതാണ് ബഡ് ജോയിന്റ്. അതേപോലെ റിബേറ്റഡ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ആർച്ച് യൂസ് ചെയ്യുന്ന ഓർത്ത് വെക്കുക. അതേപോലെ ഓർത്ത് വെക്കുക, ഫ്ലഷ് ആർച്ച് നമ്മളെന്ന് പറഞ്ഞാൽ ആഷ്ലാർ മേസണറി യൂസ് ചെയ്യുന്ന ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഫ്ലഷ് ജോയിന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എത്തിയല്ലോ. ഇത്രയും കാര്യങ്ങൾ PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? പറഞ്ഞു. ലക്ഷ്മി കറക്റ്റ് ആയോ? പുതിയതാണ്, ഓർത്തില്ല. ലക്ഷ്മി, റഫീന രണ്ടുപേർക്കും കറക്റ്റ് ആയോ? ആർച്ചിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, കറക്റ്റ് ആയി. ലക്ഷ്മിയോ? കറക്റ്റാ. കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് സ്റ്റെയറിലേക്ക് പോവാം. അപ്പൊ ഞാനിത് നമ്മൾക്ക് ഇത്ര സ്പീഡ് എടുക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോടാ. നമുക്കിപ്പം ജനുവരി 8ന്റെ എക്സാമിന് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ടോപ്പിക്കിൽ മൊത്തം കവർ ചെയ്ത് തരാം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡ് കൂട്ടിയാണ് ഇനി എടുക്കുന്നത്. അതേപോലെ മെക്കാനിക്കൽ ബുധനാഴ്ച 2 ദിവസങ്ങളിൽ മെക്കാനിക്കൽ എടുക്കാനും ആള് വരും. അപ്പൊ എനിക്ക് ടൈം അപ്പം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കുവാണ്. അപ്പൊ നമുക്കൊരു മാക്സിമം 8-ാം തീയതിക്ക് മുമ്പേ ഫുൾ ടോപ്പിക്ക് നമുക്ക് ഇവിടെ കവർ ചെയ്യാം. അപ്പൊ നിങ്ങൾ സ്പീഡ് കൂടുതലായിരിക്കും, നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ ഇത് 8-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ വാട്ടർ അതോറിറ്റിയുടെ എക്സാം ആകുമ്പോഴത്തേക്ക് പതുക്കെ എടുത്ത് തീർത്ത് തരാം. നല്ല ഫുൾ ഡെപ്തിൽ എടുത്ത് തരാം. ഇത് നമുക്ക് ഇച്ചിരി സ്പീഡ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അതേപോലെ ഓർത്തുവെക്കുന്ന അടുത്താണ് സ്റ്റെയറിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ സ്റ്റെയറിനെ കുറിച്ച് എന്തൊക്കെയാണ് ഓർത്തു വെക്കേണ്ടത്? സ്റ്റെയറിനെ കുറിച്ച് ആദ്യം ഓർത്തു വെക്കേണ്ട കാര്യം, സ്റ്റെയറിനകത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റെയറിനകത്തിൽ ഒരു വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റെയർ. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ കണ്ടോ. ഇതാണ് നമ്മുടെ സ്റ്റെയർ. സാധാരണ സ്റ്റെപ്പില്ലേ, അതിനെയാണ് സ്റ്റെയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സ്റ്റെയറിനകത്ത് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ, ഈ സ്റ്റെയറിനകത്ത് 2 എൻഡി കൊടുക്കുന്ന വലിയ 2 വെർട്ടിക്കൽ മെമ്പർ കാണും. അതിന് എന്ത് പേര് പറയാൻ പറ്റും അറിയോ? ആ എൻഡി കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് ന്യൂവൽ പോസ്റ്റ് എന്ന് വിളിക്കാം. എൻഡി കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പറിനെയാണ് ന്യൂവൽ പോസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓർത്തുവെക്കുക, എൻഡി കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പറാണ് ന്യൂവൽ പോസ്റ്റ് എന്ന് ഓർത്തുവെക്കുക. ഓരോ വെർട്ടിക്കൽ മെമ്പർ കണ്ട, ഓരോ സ്റ്റെപ്പിനകത്തിലും കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പറില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ബാലിസ്റ്റർ എന്ന് പറയും. അപ്പം PSCക്ക് ചോദിക്കും, വെർട്ടിക്കൽ മെമ്പർ ഓഫ് ആൻ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ടു സപ്പോർട്ട് ദ ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ അത് ബാലിസ്റ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. PSCയിൽ എടുത്തു പറയണം, എന്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ന്യൂവൽ പോസ്റ്റ് എന്ന് പറയാം. അപ്പൊ PSCക്ക് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം എന്തായിരിക്കും? ഓർത്ത് വെക്കുക, ഏറ്റവും എൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആർച്ചിനെ. അപ്പൊ ഏറ്റവും എൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന, അപ്പൊ ഓർത്ത് വെക്കുക, തെറ്റിപ്പോയി. അപ്പൊ വെർട്ടിക്കൽ മെമ്പർ വിച്ച് സപ്പോർട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫ്ലൈറ്റ്.
അപ്പൊ എൻഡ് ഓഫ് ദ ഫ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എൻഡ് ഓഫ് ദ ഫ്ലൈറ്റിൽ നമ്മൾ ഓർത്ത് വെക്കുക. നമ്മൾ കയറുമ്പോൾ വലിയൊരു ഇതുപോലെ വലിയ ഇതില്ലേ, വലിയ ഇങ്ങനെ വലിയൊരു എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഏറ്റവും എൻഡ് കൊടുക്കുന്ന 2 വെർട്ടിക്കൽ മെമ്പർ കാണും. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂവൽ പോസ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദ വെർട്ടിക്കൽ മെമ്പർ വിച്ച് സപ്പോർട്ട് ആൻഡ് പ്ലേസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫ്ലൈറ്റ്. 2 എൻഡിലും പ്രൊവൈഡ് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂവൽ പോസ്റ്റ്. PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും വെർട്ടിക്കൽ മെമ്പർ വിച്ച് സപ്പോർട്ട് ദ ഹാൻഡ് റെയിൽ. ഈ വെർട്ടിക്കൽ മെമ്പർ വിച്ച് സപ്പോർട്ട് ദ ഹാൻഡ് റെയിൽ, ഓരോ വെർട്ടിക്കൽ മെമ്പർ വിച്ച് സപ്പോർട്ട് ദ ഹാൻഡ് റെയിലിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ബാലുസ്റ്റർ. റിപ്പീറ്റഡ് ചോദ്യമാണ്. ബാലുസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ ഓർത്തുക, ബാലുസ്റ്റർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പർ. അപ്പൊ വെർട്ടിക്കൽ മെമ്പർ ന്യൂവൽ പോസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നത് PSC എടുത്ത് പറയും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ ന്യൂവൽ പോസ്റ്റ് എഴുതാം. അല്ലാതെ വെർട്ടിക്കൽ മെമ്പർ മൊത്തം എന്തായിരിക്കും? ബാലിസ്റ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഈ കൈവരി ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ഹാൻഡ് റെയിൽ. എല്ലാവർക്കും അറിയാം, കൈവരിയെ വിളിക്കുന്ന പേരാണ് ഹാൻഡ് റെയിൽ. അപ്പം സീരീസ് ഓഫ് സ്റ്റെപ്പ്, ഇങ്ങനെ സീരീസ് ആയിട്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കണ്ടിന്യൂസ് സ്റ്റെപ്പ് ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ് എന്ന് വിളിക്കും. അപ്പൊ കണ്ടിന്യൂസ് സ്റ്റെപ്പിനെ എന്ത് വിളിക്കാൻ പറ്റും? ഫ്ലൈറ്റ് എന്ന് വിളിക്കാൻ പറ്റും എന്ന് ഓർത്ത് വെക്കുക. PSCക്ക് അതിനകത്ത് നിന്ന് 2 ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു ഫ്ലൈറ്റിനകത്തുള്ള മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്പ്. അപ്പൊ ഓർത്തു വെക്കുക, സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സ്റ്റെപ്പ് പ്രൊവൈഡഡിനെ വിളിക്കുന്നത്, കണ്ടിന്യൂസ് സ്റ്റെപ്പ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ 2 ലാൻഡിങ്. 2 ലാൻഡിങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന കണ്ടിന്യൂസ് സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുക. ആ ഫ്ലൈറ്റിനകത്തിലെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും. മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. ഇത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. അപ്പൊ ഓർത്തു വെക്കുക, ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സ്റ്റെപ്പ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ 2 ലാൻഡിങ്. അപ്പൊ 2 ലാൻഡിങ്ങുകൾക്കിടെ വരുന്നത് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? 2 ലാൻഡിങ്ങിനിടെ വരുന്ന സ്റ്റെപ്പുകളെ വിളിക്കുന്ന കണ്ടിന്യൂസ് സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ് എന്ന് ഓർത്ത് വെക്കുക. മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്പിന് എത്ര ആയിരിക്കും? 12 ആയിരിക്കും. മിനിമം നമ്പർ എത്ര ആയിരിക്കും? 3 ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി PSCക്ക് ചോദിക്കാറുണ്ട്, നമുക്ക് ഓർത്ത് വെക്കുക, നമ്മളൊരു സ്റ്റെപ്പിനല്ലാതെ ഞാൻ വരയ്ക്കുക. അതിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. എന്തായിരിക്കും? ലാൻഡിങ് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു. ലാൻഡിങ് എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് താണ്ടി ഇങ്ങനെ കയറി വന്നു. എന്നിട്ട് ഇപ്പൊ ഞാനൊരു 50 കിലോ ഉള്ള ഒരു ചാക്ക് എടുത്തു വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ മേലോട്ട് കയറുക, സ്റ്റെപ്പ് കയറുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലൈറ്റ് ഇങ്ങനെ കയറി വന്നു. അപ്പൊ ഓർത്തുക 12 സ്റ്റെപ്പ്. നമ്മൾ എന്തിനാ ഈ 12 സ്റ്റെപ്പ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു 50 കിലോ. അപ്പൊ സാധാരണ നമ്മളെ ഉദ്ദേശമല്ല ഈ ലാൻഡിങ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഓർത്തൊക്കെ ലാൻഡിങ് വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ചുമടെടുത്തോണ്ട് പോകത്തില്ലേ. അപ്പൊ ഒരു ചാക്ക് 50 കിലോ ഉള്ളൊരുത്തന്നെ ഒരു ചാക്കിൽ എടുത്ത് വെച്ചുകൊണ്ട് അവന് സ്റ്റെപ്പ് കയറും. അപ്പൊ സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴത്തേക്ക് 12 സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്ക് അവൻ ക്ഷീണിക്കും. അപ്പൊ അവൻ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ് ലാൻഡിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചേഞ്ച് ദ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പൊ 2 സ്ഥലത്തേ കൊടുക്കത്തുള്ളൂ. ഒന്നെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയും അല്ലെങ്കിൽ ചേഞ്ച് ദ ഡയറക്ഷൻ. അവിടെ ആയിരിക്കും നമ്മൾ ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. PSCക്ക് ചോദിക്കാൻ വരുന്ന 2 ചോദ്യങ്ങൾ. ഫസ്റ്റ്, ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് എവിടെ ആയിരിക്കും? ടു ചേഞ്ച് ദ ഡയറക്ഷൻ. എന്തായിരിക്കും? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയും. രണ്ടാമത്തത് എന്തായിരിക്കും? ടു ടേക്ക് റെസ്റ്റ് എടുക്കാനും ചേഞ്ച് ദ ഡയറക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും ലാൻഡിങ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ടു ചേഞ്ച് ദ ഡയറക്ഷൻ ആൻഡ് ടു ടേക്ക് റെസ്റ്റ്, അതായിരിക്കും നമ്മൾ എന്തായിരിക്കും ലാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി PSCക്ക് ചോദിക്കാറുണ്ട്, ലാൻഡിങ്ങിന്റെ വിഡ്ത്ത് എത്ര കൊടുക്കുന്നത്? ലാൻഡിങ്ങിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാൻഡിങ്ങിന്റെ ഈ വീതി അതെന്തായിരിക്കും? ഈസ് ഈക്വൽ ടു സ്റ്റെയറിന്റെ വിഡ്ത്ത് തന്നെ ആയിരിക്കും. അപ്പൊ അത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. വിഡ്ത്ത് ഓഫ് ലാൻഡിങ് ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ദ സ്റ്റെയർ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഓർത്ത് വെക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. എന്തായിരിക്കും ഇവിടെ? കണ്ടിന്യൂസ് സ്റ്റെപ്പ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ 2 ലാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ് എന്ന് പറയും. ഒരു ഫ്ലൈറ്റിനകത്തിലെ മാക്സിമം നമ്പർ എത്ര ആയിരിക്കും? 12 ആയിരിക്കും. മിനിമം നമ്പർ 3 ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഓർത്ത് വെക്കുക, ഒരു സ്റ്റെയറിന്റെ വിഡ്ത്ത് ഓഫ് ലാൻഡിങ് ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ദ സ്റ്റെയർ തന്നെയാണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ PSCക്ക് ചോദിക്കാറുണ്ട്, എന്താണ് ലാൻഡിങ്ങിന്റെ ഉദ്ദേശം? ലാൻഡിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു ടേക്ക് റെസ്റ്റ് ആൻഡ് ചേഞ്ച് ദ ഡയറക്ഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് ലാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. PSCക്ക് ചോദിക്കാറുണ്ട്, ഹെഡ് റൂമിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ ഓർത്തൊക്കെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോസിങ് ആൻഡ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതിനുമ്പായിട്ട് ഞാൻ നോസിങ് എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ നോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തൊക്കെ സ്റ്റെയറിന്റെ ഇൻക്ലിനേഷൻ, സ്റ്റെയറിന്റെ പിച്ച് ഇല്ലേ, സ്റ്റെയറിന്റെ പിച്ച്, ആ സ്റ്റെയറിന്റെ ഇൻക്ലിനേഷൻ ഇല്ലേ, സ്റ്റെയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് കൊടുക്കുന്ന ഇൻക്ലിനേഷൻ ഇല്ലേ, സ്റ്റെയറിന്റെ ഇൻക്ലിനേഷൻ ആണ് നമ്മൾ പിച്ച് ഓഫ് എ സ്റ്റെയർ എന്ന് പറയും. അപ്പൊ പിച്ച് ഓഫ് എ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക 30 ഡിഗ്രി ടു 40 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കുക. 30 ഡിഗ്രി ടു 40 ഡിഗ്രി. ഇത് PSCക്ക് 2 രീതിയിൽ ചോദിക്കാൻ പറ്റും. ഇൻക്ലിനേഷൻ ഓഫ് എ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 30 ഡിഗ്രി ടു 40 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ പിച്ച് ഓഫ് എ സ്റ്റെയർ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ, എത്ര കൂടാൻ പാടില്ല? 40യെക്കാട്ടിലും കൂടാൻ പാടില്ല. അപ്പൊ ഓർത്ത് വെക്കേണ്ട ചോദ്യങ്ങൾ 2 ചോദ്യങ്ങൾ. പിച്ച് ഓഫ് എ സ്റ്റെയർ. അപ്പൊ സ്ലോപ്പ് ഓഫ് എ സ്റ്റെയർ എന്ന് എന്ത് വിളിക്കാൻ പറ്റും? പിച്ച് എന്ന് വിളിക്കാൻ പറ്റും. സ്ലോപ്പ് ഓഫ് എ സ്റ്റെയറിന് വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് വിളിക്കാൻ പറ്റും. ഈ പിച്ചിനെ നമുക്ക് ഓർത്ത് വെക്കുക. പിച്ച് ഓഫ് എ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ടു 40 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഓർത്ത് വെക്കുക, എസ്കലേറ്ററിന്റെ കേസിലാണെങ്കിൽ 30 ഡിഗ്രി ആണ് പിച്ച് എന്ന് ഓർത്ത് വെക്കുക.
ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കല്ല. അതേപോലെ ഓർത്തു വെക്കുക, അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോഫിറ്റ്. സോഫിന്റെ അടിയിലത്തെ ഭാഗമില്ലേ, അതിനെ എന്ത് വിളിക്കാൻ പറ്റും? അതിനെയാണ് സോഫിറ്റ് എന്ന് വിളിക്കാൻ പറ്റും എന്ന് ഓർത്തു വെക്കുക. ഇനി അതേപോലെ PSC ചോദിക്കാറുണ്ട്, ഞാനൊരു സ്റ്റെപ്പിനെ എടുത്ത് വരയ്ക്കാം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്, എടുത്തു വരയ്ക്കുവാണ് സ്റ്റെപ്പ്. അപ്പൊ ഓർത്തു വെക്കുക, ഇത് നമ്മുടെ സ്റ്റെപ്പാണ്, നമ്മുടെ സ്റ്റെപ്പ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക സ്റ്റെപ്പ്. ഇതിനകത്ത് ദാണ്ട് ഈ മെമ്പർ അല്ലേ, ദാണ്ട് ഈ ഹൊറിസോണ്ടൽ മെമ്പർ, ഈ ഹൊറിസോണ്ടൽ മെമ്പർ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഹൊറിസോണ്ടൽ മെമ്പർ അല്ലേ, ആ ഹൊറിസോണ്ടൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? ത്രെഡ് എന്ന് വിളിക്കും. അപ്പൊ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ സ്റ്റെയറിനെ എന്ത് വിളിക്കാൻ പറ്റും? അതിനെ വിളിക്കുന്ന പേരാണ് ത്രെഡ് എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ ഓർത്തൊക്കെ വെർട്ടിക്കൽ മെമ്പറിനെ എന്ത് വിളിക്കാൻ പറ്റും? റൈസർ എന്ന് വിളിക്കാൻ പറ്റും. വെർട്ടിക്കൽ മെമ്പറിനെ എന്തായിരിക്കും വിളിക്കുന്നത്? റൈസർ എന്ന്. അപ്പൊ ഇത് തെറ്റിപ്പോകരുത്. വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ എന്താ വിളിക്കാം? റൈസർ എന്ന് വിളിക്കാൻ പറ്റും. ഹൊറിസോണ്ടൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് ത്രെഡ്. അപ്പൊ ഈ ത്രെഡിൽ നിന്ന് വെളിക്കോട്ടൊരു സാധനം പ്രൊജക്ട് ചെയ്തിരിക്കുന്നില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് നോസിങ്. അപ്പൊ പ്രൊജക്ഷൻ മെയ്ഡ് എന്താ ത്രെഡിൽ നിന്ന് വെളിക്കോട്ട് പ്രൊജക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് നോസിങ്. അത് നോസിങ് എങ്ങനെ PSC ചോദിക്കും? പ്രൊജക്ഷൻ ഓഫ് എ ത്രെഡ് ബിയോണ്ട് ദ റൈസർ. റൈസറിൽ നിന്ന് പുറത്തോട്ട് കുറയ്ക്കുന്ന പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് നോസിങ് എന്ന് പറയും. അപ്പൊ നോസിങ് ഓർത്ത് വെക്കാലോ. ആദ്യം ത്രെഡ് ഉണ്ട്, ഫസ്റ്റ് നമുക്ക് ത്രെഡ് ഉണ്ട്, രണ്ടിടത്ത് ത്രെഡ് ഉണ്ട്. അപ്പൊ വെർട്ടിക്കൽ മെമ്പറിനെയാണ് ത്രെഡ് എന്ന് വിളിക്കും. അപ്പൊ രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഓർത്തു വെക്കുക, രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ താണ്ട് ഇവിടെ തൊട്ട് താണ്ട് ഈ ഡിസ്റ്റൻസ്, ഈ രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റൈസ് എന്ന് വിളിക്കും. അപ്പൊ ഓർത്തു വെക്കുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെർട്ടിക്കൽ ത്രെഡ്സ്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ത്രെഡ്, രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്താ വിളിക്കാൻ പറ്റും? റൈസ് എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ PSC ചോദിക്കാറുണ്ട് ഡിസ്റ്റൻസ്. അപ്പൊ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു റൈസർ, രണ്ട് റൈസറുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് എന്ത് വിളിക്കാൻ പറ്റും? ഗോയിങ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഓർത്തു വെക്കാമല്ലോ. അപ്പൊ ഓർത്തു വെക്കുക, വെർട്ടിക്കൽ മെമ്പറിനെ ഹൊറിസോണ്ടൽ മെമ്പറിനെ ത്രെഡ് എന്ന് വിളിക്കാൻ പറ്റും, വെർട്ടിക്കൽ മെമ്പറിനെ റൈസർ എന്ന് വിളിക്കാൻ പറ്റും. വെളിക്കോട്ട് പ്രൊജക്ട് ചെയ്യുന്നതിനെ നോസിങ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഓർത്തു വെക്കാമല്ലോ, വെളിക്കോട്ട് പ്രൊജക്ട് ചെയ്യുന്ന സ്റ്റെപ്പിന് എന്ത് വിളിക്കാൻ പറ്റും? നോസിങ് എന്ന് ഓർത്തു വെക്കുക. രണ്ട് നോസിങ്ങുകളില്ലേ, രണ്ട് ത്രെഡുകൾ തമ്മിൽ ഇടയ്ക്ക് ഡിസ്റ്റൻസിനെയാണ് റൈസർ എന്ന് വിളിക്കാൻ പറ്റും. ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റൈസ് എന്ന് വിളിക്കുക. അപ്പൊ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ത്രെഡ്സിനെ വിളിക്കുന്ന പേരാണ് റൈസർ എന്ന് പറയും. അതേപോലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു റൈസറുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ എന്ത് വിളിക്കാൻ പറ്റും? ഗോയിങ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് PSCക്ക് ചോദിക്കുന്നതാണെന്ന് ഓർത്തു വെക്കുക. ഇനി ഒരു സ്റ്റെപ്പിനകത്തിൽ ബാക്കി എന്തെങ്കിലും ഓക്കെ റണ്ണ് പറഞ്ഞില്ല. കാരണം ഇപ്പൊ ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് പറയുക, ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇരിക്കുക ആണല്ലോ, ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇരിക്കുക, ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ആണല്ലോ. ഈ സ്റ്റെപ്പിനകത്ത് ഓർത്തു വെക്കുക, ഈ ടോട്ടൽ ലെങ്ത് ഇല്ലേ, ആ ടോട്ടൽ ലെങ്ത് ഓഫ് എ സ്റ്റെയറിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? അതിനെയാണ് റൺ എന്ന് വിളിക്കും. അപ്പൊ റൺ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈറ്റുകളെല്ലാം കൂട്ടണം, ലാൻഡിങ്ങുകളെല്ലാം കൂട്ടണം. അപ്പൊ അതിനെ വിളിക്കുന്ന ടോട്ടൽ ലെങ്ത് ഓഫ് എ സ്റ്റെപ്പ്, ടോട്ടൽ ലെങ്ത് ഓഫ് എ സ്റ്റെയർ, അതിനെ വിളിക്കുന്ന പേരാണ് റൺ എന്ന് ഓർത്തു വെക്കുക. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നോക്കട്ടെ. ഫ്ലൈറ്റ് പറഞ്ഞു, നോസിങ് പറഞ്ഞു, റണ്ണ് പറഞ്ഞു, ലാൻഡിങ് പറഞ്ഞു, ഹെഡ് റൂം പറഞ്ഞില്ല. അപ്പൊ ഹെഡ് റൂം PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. എടാ ഈ ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ മേളിൽ പോയി തല നമുക്ക് തട്ടാൻ പാടില്ല, അതിനെയാണ് ഹെഡ് റൂം എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോസിങ്, ഈ നോസിങ്ങും നോസിങ്ങും റൂഫുമായിട്ട് മേക്ക് ചെയ്യുന്ന അതില്ലേ, അതിനെ അത്രയും ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹെഡ് റൂം എന്ന് പറയുന്നത്. അപ്പൊ ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോസിങ് ആൻഡ് എന്തായിരിക്കും ഇവിടെ? ഫ്ലോർ. അപ്പൊ നോസിങ്ങും ഫ്ലോറും കൂടെ നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹെഡ് റൂം എന്ന് പറയുന്നത്. ഹെഡ് റൂം നമ്മൾ PSCക്ക് ചോദിക്കുന്നത് മിനിമം ഹെഡ് റൂം എത്ര ആണെന്ന് ചോദിക്കാറുണ്ട്. അത് 2.1 മീറ്റർ ആണെന്ന് പറയും. റിപ്പീറ്റഡ് ചോദ്യമാണ്. മിനിമം ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2.1 മീറ്റർ ആണെന്ന് ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് PSCക്ക് ചോദിക്കുന്നത്. അപ്പൊ ഓർത്തു വെക്കുക വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോസിങ് ആൻഡ് ടോപ്പ് മോസ്റ്റ് പോർഷൻ, അതിന്റെ ഫ്ലോറുമായിട്ട് മേക്ക് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ഹെഡ് റൂം എന്ന് ഓർത്തു വെക്കുക. മിനിമം ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ 2.1 മീറ്റർ ആണെന്ന് ഓർത്തു വെക്കുക. ഇനി സ്റ്റെപ്പ്, പല ടൈപ്പ് സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഓർത്തൊക്കെ സ്റ്റെപ്പ്, പല ടൈപ്പ് സ്റ്റെപ്പ് ഉണ്ട്. അത് PSCക്ക് ചോദിക്കുന്ന രണ്ട് സ്റ്റെപ്പേ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളൂ. ആ 2 സ്റ്റെപ്പ് പഠിക്കുക. റിപ്പീറ്റ് ആയിട്ട് ഇരിക്കുന്ന 3 സ്റ്റെപ്പ് പഠിക്കുക. ആ 3 സ്റ്റെപ്പ് പഠിച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ഓർത്തു വെക്കുക, അത് ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലെയർ എന്ന് പറയും. ഫ്ലെയർ എന്താണ്? ഫ്ലെയർ ഓർഡിനറി റെക്ടാങ്കുലർ സ്റ്റെപ്പ്. അപ്പൊ ഓർഡിനറി നമ്മൾ സാധാരണ വീട്ടിലൊക്കെ വെക്കുന്ന സാധാരണ ഓർഡിനറി റെക്ടാങ്കുലർ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത റിപ്പീറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഒരു ചോദ്യമാണ് കമ്മോഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മോഡ് സ്റ്റെപ്പ് എന്താണ്? കമ്മോഡ് സ്റ്റെപ്പ്, ദ കമ്മോഡ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഹാസ് എ കർവ്ഡ് റേസ് ആൻഡ് ത്രെഡ്.
അപ്പം റേസും കർവ്ഡ് ആണ്, അതേപോലെ ത്രെഡും കർവ്ഡ് ആണ്. അപ്പൊ ഈ റേസും കർവും ത്രെഡ് ആയിട്ട് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് കമ്മോഡ് സ്റ്റെപ്പ്. അത് റിപ്പീറ്റഡ് ചോദ്യമാണ്, എഴുതി വെച്ചു. ദ സ്റ്റെപ്പ് ഹാസ് എ കർവ്ഡ് റേസ് ആൻഡ് ത്രെഡ്. ഒരു സ്റ്റെപ്പിനകത്ത് കർവ് ചെയ്ത് എന്തായിരിക്കും റേസും ത്രെഡും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കമ്മോഡ് സ്റ്റെപ്പ് എന്ന് ഓർത്തു വെക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് വൈൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ വിൻഡേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. വൈൻഡേഴ്സ് അല്ലെങ്കിൽ വിൻഡേഴ്സ്. സ്റ്റെപ്പ് റേഡിയേറ്റഡ് ഫ്രം എ കോഴ്സ്. അപ്പൊ സ്റ്റെപ്പ് വൈൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റെപ്പ് റേഡിയേറ്റഡ് ഫ്രം എ കോമൺ പോയിന്റ്. ഒരൊറ്റ കോമൺ പോയിന്റ്. അപ്പൊ പഴയകാല വീട്ടിനകത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ട്രയാങ്കുലർ ആയിട്ട് ഇങ്ങനെ പടിപ്പുര ഇങ്ങനെ ചുറ്റി ഒരു വലിയൊരു ഇത് കാണും. അതിനകത്ത് ഇങ്ങനെ കയറി പോകും. അപ്പൊ നമ്മൾ കൊല്ലം പബ്ലിക് ലൈബ്രറി വന്ന പിള്ളേർക്ക് അറിയാൻ പറ്റും. അവിടെ പണ്ടുള്ള സ്റ്റെപ്പ് ഇതായിരുന്നു. പിന്നാണ് ഇപ്പോഴും ആ സ്റ്റെപ്പ് ഇപ്പൊ ഒരാളെ ആ വഴി കയറ്റി വിടത്തില്ല. കണ്ട് ഇങ്ങനെ കയറി വരാൻ പറ്റും. അപ്പൊ ഓർത്ത് വെക്കുക, റീഡിംഗ് കോർണറിൽ നിന്ന് എടുത്ത് മേലോട്ട് വരുന്ന സ്റ്റെപ്പ് ദാണ്ട് ഇതാണ്. അപ്പൊ അതാണ് എന്തായിരിക്കും? ദാണ്ട് ഇതാണ് നമ്മുടെ അപ്പൊ ഓർഡിനറി റെക്ടാങ്കുലർ. അപ്പൊ ഓർത്ത് വെക്കുക എന്തായിരിക്കും ഇവിടെ? സ്റ്റെപ്പ് റേഡിയേറ്റഡ് ഫ്രം എ കോമൺ പോയിന്റ്. അല്ലെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പ് ആയിട്ട് നമ്മളിങ്ങനെ ഫോം ചെയ്യത്തില്ല. ഈ വിഡ്ത്ത് എക്സ്ട്രാ ഡോസ് എത്തുമ്പോഴത്തേക്ക് ഇതിന്റെ വിഡ്ത്ത് കൂടുന്ന സ്റ്റെപ്പ് അതെല്ലാം എന്തായിരിക്കും? വൈൻഡേഴ്സ് ആണ്. അത് സ്പൈറൽ സ്റ്റെപ്പിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് സോഴ്സ് ഓഫ് ഡേഞ്ചർ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യുകയാണ് പതിവ്. അപ്പൊ സോഴ്സ് ഓഫ് ഡേഞ്ചർ ഉണ്ടായത് അവോയ്ഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഏതായിരിക്കും ഇവിടെ? അത് വിൻഡേഴ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. സ്റ്റെപ്പ് റേഡിയേറ്റഡ് ഫ്രം എ കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാലും വൈൻഡേഴ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും 3 സ്റ്റെപ്പാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഫ്ലെയർ എന്ന് പറഞ്ഞാൽ ഓർഡിനറി റെക്ടാങ്കുലർ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെയർ എന്ന് ഓർത്ത് വെക്കുക. കമ്മോഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഹാസ് എ കർവ്ഡ് റേസ് ആൻഡ് ത്രെഡ്. അപ്പൊ സ്റ്റെപ്പിനകത്ത് ഒരു കർവ്ഡ് റേസും ത്രെഡും കൂടെ വരുന്നത് എന്തായിരിക്കും? അതിനാണ് കമ്മോഡ് സ്റ്റെപ്പ് എന്ന് ഓർത്ത് വെക്കുക. വിൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റെപ്പ് റേഡിയേറ്റഡ് ഫ്രം എ കോമൺ പോയിന്റ് എന്ന് ഓർത്ത് വെക്കുക. സോഴ്സ് ഓഫ് ഡേഞ്ചർ കാരണം അവോയ്ഡ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അത് വൈൻഡേഴ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി ഓർത്ത് വെക്കേണ്ട കാര്യം റാമ്പ്. എന്താണ് റാമ്പ്? റാമ്പ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് റാമ്പ് എന്ന് വിളിക്കും. അപ്പൊ റാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ തെള്ളിക്കൊണ്ട് പോകത്തില്ലേ, ആ തെള്ളിക്കൊണ്ട് പോകുന്ന സംഭവം അതിനെ വിളിക്കുന്ന പേരാണ് റാമ്പ് എന്ന് വിളിക്കും. അപ്പൊ റാമ്പിന്റെ പ്രത്യേകത എന്തായിരിക്കും? അപ്പം PSC ചോദിക്കാറുണ്ട് സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പ് ഓഫ് എ റാമ്പ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ സ്ലോപ്പ് ഓഫ് എ റാമ്പ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സ്ലോപ്പ് ഓഫ് എ റാമ്പ് വിളിക്കുന്ന PSC ചോദിക്കാറുണ്ട് 1/15 ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സ്ലോപ്പ് ഓഫ് എ റാമ്പ് എന്ന് പറഞ്ഞാൽ 1/15. അതേപോലെ വിഡ്ത്ത് ഓഫ് എ റാമ്പ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട് 2.25 മീറ്റർ എന്ന് ഓർത്ത് വെക്കുക. ഈ 2 കാര്യങ്ങൾ. ഹോസ്പിറ്റലിലൊക്കെ ആൾക്കാർ എന്ത് തെള്ളിക്കൊണ്ട് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലോട്ട് നമ്മൾ കൊണ്ടുപോകത്തില്ലേ, അതിങ്ങനെ തെള്ളിക്കൊണ്ട് ഒരു വണ്ടിക്ക് എടുത്തുകൊണ്ട് പോകും. അതിനെ പഴയ കാലത്ത് ലിഫ്റ്റ് ഇല്ലാത്ത സമയത്ത് കൊണ്ടുവന്നായിരുന്നു റാമ്പ് എന്ന് പറഞ്ഞു. അപ്പൊ റാമ്പ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, റാമ്പിൽ ഉപയോഗിക്കുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1/15 ആണെന്ന് ഓർത്ത് വെക്കുക. റാമ്പിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2.25 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്. PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം, കാരണം സ്പീഡ് കൂടുതലായിരുന്നു. നമ്മൾ ഇന്ന് എന്ത് ചെയ്യും? ഇന്ന് ഇത്രയും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നിട്ട് നമുക്ക് എന്തോ ചെയ്യടാ, നമുക്കിത് വൈൻഡപ്പ് ചെയ്തിട്ട് മാറ്റാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ നാളെ എന്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്മൾ എന്ത് ചെയ്യടാ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്തായിരിക്കും സ്റ്റെയർ പഠിക്കും. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റെയർ പഠിക്കും. പിന്നെ നമുക്ക് റൂഫ് പഠിക്കണം. റൂഫ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 1, 2, 3 ക്ലാസ് കൊണ്ട് തീരും. പിന്നെ വേണ്ടത് ലിൻഡില്, പ്ലാസ്റ്ററിങ്, പോയിന്റിങ്, പിന്നെ കാർപ്പൻട്രി, ജോയിൻസ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പിന്നെ ഫ്ലോറിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഫ്ലോറിംഗ് ഇത്രയും കാര്യങ്ങൾ ഒരു 3 ക്ലാസ്സും കൂടെ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് അത് തീരും. അപ്പൊ അങ്ങനെ ഉണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തീരും. പിന്നെ നമ്മൾ ഇറിഗേഷൻ എടുക്കും, എസ്റ്റിമേഷൻ എടുക്കും. അങ്ങനെ എടുത്ത് പെട്ടെന്ന് തീർക്കാം. അപ്പൊ ഓർത്ത് വെക്കുക, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു പോകണം. അപ്പം ഇതിനകത്തിൽ നിന്ന് കുറെ പേർക്ക് കിട്ടി കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് നമ്മൾ ഒന്നും കൂടെ സ്റ്റെയറിനകത്ത് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചിട്ട് പോകാം. സ്റ്റെയറിനകത്ത് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഓർത്ത് വെക്കുക. സ്റ്റെയറിനകത്ത് ഇതാണ് നമ്മുടെ സ്റ്റെയർ. സ്റ്റെയറിനകത്ത് PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. PSCക്ക് ചോദിക്കാറുണ്ട് എൻഡി കൊടുക്കുന്ന സപ്പോർട്ട്, എൻഡി കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പർ അല്ലേ, ആ എൻഡി കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് ന്യൂവൽ പോസ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. എൻഡി കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പറാണ് ന്യൂവൽ പോസ്റ്റ്. അതേപോലെ ഓർത്ത് വെക്കുക എൻഡി കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പർ. അപ്പൊ ഓർത്ത് വെക്കുക, അപ്പം ഓരോ വെർട്ടിക്കൽ മെമ്പറിനെ എന്ത് വിളിക്കാൻ പറ്റുവാടാ? ഓരോ വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ്, അതിനെ വിളിക്കുന്ന പേരാണ് ബാലിസ്റ്റർ എന്ന് പറയും. അപ്പൊ ഓരോ വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് ബാലിസ്റ്റർ. അപ്പൊ ഓർത്ത് വെക്കുക ഇതിന്. അപ്പൊ ഇവിടെ കൊടുക്കുന്ന ഒരു ഹാൻഡ് റെയിൽ എന്ന് ഓർത്തതാണ് നമ്മുടെ ഹാൻഡ് റെയിൽ എന്ന് ഓർത്ത് വെക്കുക. ഇത് നമ്മുടെ ഹാൻഡ് റെയിലാണെന്ന് ഓർത്ത് വെക്കുക. ഈ ഹൊറിസോണ്ടൽ മെമ്പറിനെ എന്ത് വിളിക്കാൻ പറ്റും? അതിനെയാണ് ത്രെഡ്. ഈ വെർട്ടിക്കൽ മെമ്പറിനെ എന്ത് വിളിക്കാൻ പറ്റും? റൈസ്. ഇതിനടിയിൽ കൊടുക്കുന്ന ബീം ഇല്ല. അപ്പൊ ഇതിനടിയിൽ കൂടെ നമ്മൾ കോൺക്രീറ്റ് ഒരു ബീം കൊടുക്കും. അതിനെയാണ് സ്ട്രിങ്ങിങ്. ഇംഗ്ലണ്ട് ബീമിനെ വിളിക്കുന്ന പേരാണ് സ്ട്രിങ്ങിങ് ബീം എന്ന് ഓർത്ത് വെക്കുക. ഇംഗ്ലണ്ട് ബീമിനെ വിളിക്കുന്ന പേരാണ് സ്ട്രിങ്ങിങ് ബീം എന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഓർത്ത് വെക്കുക, ഈ ത്രെഡിന് വെളിക്കോട്ട് പ്രൊജക്ട് ചെയ്ത സാധനമില്ലേ, ഒരു ചെറിയൊരു സ്മാൾ പ്രൊജക്ഷൻ കാണും. അതിനെ വിളിക്കുന്ന പേരാണ് നോസിങ് എന്ന് ഓർത്ത് വെക്കുക. ഈ നമ്മൾ ഈ ഇത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് പിച്ച് ഓഫ് എ സ്റ്റെയർ എന്ന് പറയും. ആ പിച്ച് ഓഫ് എ സ്റ്റെയർ PSC ചോദിക്കുന്നത് 30 to 40 ഡിഗ്രി ആയിരിക്കും അതിന്റെ പിച്ച്. ഒരു കാരണവശാലും എത്ര കൂടാൻ പാടില്ല? 40 കൂടാൻ പാടില്ല എന്ന് ഓർത്ത് വെക്കണം.
അത് നമുക്ക് കഴിയും. അപ്പൊ ഈ ഒരു രണ്ട് ലാൻഡിങ്ങുകൾ തമ്മിലുള്ള കണ്ടിന്യൂസ് സ്റ്റെപ്പ് ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ് എന്ന് ഓർത്ത് വെക്കുക. മാക്സിമം നമ്പർ ഓഫ് ഫ്ലൈറ്റ് എത്ര ഉണ്ടെന്ന് ചോദിക്കും. മാക്സിമം നമ്പർ ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റിനകത്തിലെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് എത്ര ഉണ്ടെന്ന് ചോദിക്കും. അത് എത്ര സ്റ്റെപ്പ് ആയിരിക്കും? 12 സ്റ്റെപ്പാന്ന് ഓർത്ത് വെക്കുക. അതേപോലെ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് എത്ര ആയിരിക്കും? ഇവിടെ 3 ആണെന്ന് ഓർത്ത് വെക്കുക. ഇത് രണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെന്ത് ചോദിക്കും? എന്താണ് നമ്മൾ ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ടു ടേക്ക് റെസ്റ്റ് ആൻഡ് ചേഞ്ച് ഡയറക്ഷൻ. അപ്പോൾ ഒരു റെസ്റ്റ് എടുക്കാനും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. അതേപോലെ ഓർത്ത് വെക്കുക, വിഡ്ത്ത് ഓഫ് എ ലാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിഡ്ത്ത് ഓഫ് എ സ്റ്റെയർ തന്നെ ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, വിഡ്ത്ത് ഓഫ് എ ലാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ വിഡ്ത്ത് ഓഫ് എ സ്റ്റെയർ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. അതേപോലെ മിനിമം ഹെഡ് റൂം എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. മിനിമം ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2.1 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ മീറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വേറൊരു കാര്യം കണക്ട് ചെയ്യല്ലോ. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ ആദ്യം ഓർത്ത് വെക്കുക, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാണ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തന്നായിരുന്നു. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാണ്? എന്തോടെ ഒരുത്തനുമില്ലേ? 15 മീറ്റർ. എന്തോ എണീറ്റ് വീട്ടിൽ വേറെ വല്ല പണിയല്ല മുഖ്യം ഉണ്ട് ഇത് പൊടി. അപ്പൊ ഓർത്ത് വെക്കുക, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര ആയിരിക്കും? 3 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. പബ്ലിക് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര ആയിരിക്കും? പറഞ്ഞോ. 5 മീറ്റർ. പബ്ലിക് ബിൽഡിംഗ് എന്തുകൂടെ ഇന്നലെ ക്ലാസ്സിലില്ലായിരുന്നു ഒരുത്തനോട്. ഗ്രേറ്റർ ദാൻ 3.4. അപ്പൊ 3.4 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര ആയിരിക്കും? 5 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ബാത്റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഹൈറ്റ്, മിനിമം ഹൈറ്റ് എത്ര ആയിരിക്കും ബാത്റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? 2.1 മീറ്റർ എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഓർത്ത് വെക്കുന്ന മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ KBR അനുസരിച്ചും അതേപോലെ എന്തായിരിക്കും ഇവിടെ നമ്മുടെ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരവും നമ്മൾ എങ്ങനെ ഹൈറ്റ് എടുക്കാൻ പറ്റും? KBR അനുസരിച്ച് എത്ര ആയിരുന്നു? 16 എന്ന് ഓർത്ത് വെക്കുക. നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരമോ? 15 അല്ലെങ്കിൽ 4 ഫ്ലോർ എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. ഇത് ഹൈറ്റിൽ നിന്ന് PSCക്ക് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കേസ് 3 മീറ്റർ, പബ്ലിക് ബിൽഡിങ്ങിന്റെ കേസ് 2.4 മീറ്റർ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ കേസിൽ 5 മീറ്റർ, ബാത്റൂമിന്റെ മിനിമം ഹൈറ്റ് 2.1 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഹൈ റൈസ് ബിൽഡിംഗ് ആകുമ്പോൾ 16 മീറ്റർ അല്ലെങ്കിൽ 15 മീറ്റർ അല്ലെങ്കിൽ 4 ഫ്ലോർ ആണെന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് ഓർത്ത് വെക്കുക. ഇനി അതേപോലെ അത് നമ്മൾ എവിടുന്ന പോയത്? ഹെഡ് റൂമിൽ നിന്നാണ് പോയത്. ഇനി അതേപോലെ PSCക്ക് ചോദിക്കാറുണ്ട്, എന്താണ് 3 ടൈപ്പ് സ്റ്റെപ്പാണ് റിപ്പീറ്റ് ആയിട്ട്? ഫ്ലെയർ ഉണ്ട്, അണ്ടർ സർഫസ് ഓഫ് ആൻ സ്റ്റെയറിനെ വിളിക്കുന്ന പേരാണ് സോഫിറ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആ ഗോയിങ്ങും റൈസും അത് ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പൊ ഫ്ലെയർ എന്ന് പറഞ്ഞ ഓർഡിനറി റെക്ടാങ്കുലർ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെയർ എന്ന് ഓർത്തു വെക്കുക. കമ്മോഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഹാസ് എ കർവ്ഡ് റൈസ് ആൻഡ് ത്രെഡ്. അപ്പൊ സ്റ്റെപ്പിന് ഒരു കർവ്ഡ് ആയിട്ടുള്ള റൈസും ത്രെഡും ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാൻ പറ്റും? കമ്മോഡ് സ്റ്റെപ്പ് എന്ന് ഓർത്തു വെക്കുക. അതേപോലെ ഓർത്തു വെക്കുക, വൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് റേഡിയേറ്റഡ് ഫ്രം എ കോമൺ പോയിന്റ്. ഒരു കോമൺ പോയിന്റിൽ നിന്ന് സ്റ്റെപ്പ് റേഡിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? വൈൻഡേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. അത് സോഴ്സ് ഓഫ് ഡേഞ്ചർ കൂടുതൽ ഉണ്ടായതുകൊണ്ട് അത് എടുത്ത് കളയുന്നത് ഏതായിരിക്കും? വൈൻഡേഴ്സ് ആയിരിക്കും. അത് ഏത് ടൈപ്പ് സ്റ്റെപ്പിലാണ് യൂസ് ചെയ്യുന്നത്? അത് സ്പൈറൽ സ്റ്റെപ്പിലാണ് യൂസ് ചെയ്യുന്ന ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് PSCക്ക് ചോദിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് സമയം ഉണ്ടല്ലോ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെപ്പ് ഇത് കൂടെ പഠിച്ചേക്കാം. അപ്പൊ സ്റ്റെയറിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റെയറിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഓർത്ത് വെക്കുക, സ്റ്റെയറിനെ നമുക്ക് ആദ്യം ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കുറെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയും. സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയും. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ടേണിംഗ് സ്റ്റെയർ എന്ന് വിളിക്കാൻ പറ്റും. ടേണിംഗ് സ്റ്റെയർ എന്ന് വിളിക്കാൻ പറ്റും. മൂന്നാമത്തെയാണ് സർക്കുലർ സ്റ്റെയർ അല്ലെങ്കിൽ സ്പൈറൽ. സർക്കുലർ സ്റ്റെയർ അല്ലെങ്കിൽ സ്പൈറൽ എന്ന് ഓർത്ത് വെക്കുക. മൂന്നാമത്തെ ആയിരിക്കും മൂവിംഗ് സ്റ്റെയർ എന്ന് വിളിക്കും. അതിനെയാണ് എസ്കലേറ്റർ എന്ന് പറയാം. മൂവിംഗ് സ്റ്റെയർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ടൈപ്പ് ഓഫ് സ്റ്റെയറിനെ കുറിച്ച് തീരുവ. ആദ്യം സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക. അപ്പൊ ഓർത്ത് വെക്കുക അവൈലബിൾ. അപ്പൊ ഓർത്ത് വെക്കുക അവിടെ അവൈലബിൾ സ്പേസ് ഒറ്റ ഡയറക്ഷനിൽ മാത്രം. അപ്പൊ ഒറ്റ ഡയറക്ഷനിൽ മാത്രം ഇങ്ങനെ മേലോട്ട് കയറി പോവാം. കണ്ടോ? ഇങ്ങനെ ഒറ്റ ഡയറക്ഷൻ. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോവാം. ഒരു സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്യുക, ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്യുക, ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ കയറി പോവാം. ഒരു ഡയറക്ഷനുള്ള മാത്രമുള്ളൂ ഇത്. അപ്പൊ ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ ലാൻഡിങ് ആകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഒരു ലാൻഡിങ് അല്ല, ഒന്നിൽ കൂടുതൽ ലാൻഡിങ് ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ നേരെ ഇങ്ങനെ പോയിരിക്കും, ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ അത് പോകത്തുള്ളൂ. അതിനെയാണ് സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിനകത്ത് ഒത്തിരി ലാൻഡിങ് ആകാൻ പറ്റും, അതൊരു കുഴപ്പമില്ല. വൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയും. അതൊന്നും ചോദിക്കത്തില്ല. കാരണം ഈ ടേണിംഗ് സ്റ്റെയർ കിടക്കുന്നുണ്ട്, അവിടെ ആയിരിക്കും PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം. ടേണിംഗ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ടേണിംഗ് സ്റ്റെയർ ഉണ്ട്. ഫസ്റ്റാമത്തെ ക്വാർട്ടർ ടേൺ.
എന്ത് ഓർത്ത് വെക്കേണ്ട? ക്വാർട്ടർ ടേൺ. ക്വാർട്ടർ ടേൺ ഉണ്ട്, രണ്ടാമത്തത് ഹാഫ് ടേൺ ഉണ്ട്, ഹാഫ് ടേൺ ഉണ്ട്, 3/4 ടേൺ സ്റ്റെയർ ഉണ്ട്. 3/4 ടേൺ സ്റ്റെയർ ഉണ്ട്. എന്താണ് ഹാഫ് ടേൺ സ്റ്റെയറിന്റെ പ്രത്യേകത? അപ്പൊ സോറി, ക്വാർട്ടർ ടേണിന്റെ സ്റ്റെയറിന്റെ പ്രത്യേകത എന്താ? ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഓർത്ത് വെക്കുക, ടേണിംഗ് ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ ടേണിംഗ് ആംഗിൾ 90 ഡിഗ്രി. എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് താണ്ട വേർട്ട് ഇങ്ങനെ ഒരൊറ്റ മൂവ്മെന്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ടേണിംഗ് ആംഗിൾ എത്ര കിട്ടി? 90. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയും. ഇത് പി എസ് സിക്ക് ഒരു റിപ്പീറ്റഡ് ചോദ്യമുണ്ട്. ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറഞ്ഞ സ്റ്റെയർ ഉണ്ട്. എന്താണ് ഈ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ? അത് പി എസ് സി എപ്പോഴും റിപ്പീറ്റ് ആണ്. ബൈഫർക്കേറ്റഡ് സ്റ്റെയർ. ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറഞ്ഞ ക്വാർട്ടർ ടേണിന്റെ എക്സാമ്പിളാണ്. കാരണം നമ്മൾ കേരള യൂണിവേഴ്സിറ്റി പോകാത്ത ഒരുത്തനും കാണത്തില്ലല്ലോ. അപ്പൊ കേരള യൂണിവേഴ്സിറ്റി ചെന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ആണല്ലോ. രണ്ട് വഴി. സ്റ്റെയർ ഇങ്ങനെയും പോവും, ഇങ്ങനെയും പോവും. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അതിന്റെ ടേണിംഗ് ആംഗിൾ എത്ര ആയിരിക്കും? പി എസ് സിക്ക് അത് ചോദിച്ചിട്ടുണ്ട്. 2 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സ്റ്റെയർ ഏതാന്ന് ചോദിക്കും. അപ്പോൾ ഒരു കോമൺ പോയിന്റിൽ നിന്ന് 2 ഡയറക്ഷനിലോട്ട് പോകുന്നതാണ് ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് ഓർത്തുക. ഈ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ ഏതിന്റെ അണ്ടർ വരുന്നതാണ്? ക്വാർട്ടർ ടേണിന്റെ സ്റ്റെയർ. ക്വാർട്ടർ ടേണിന്റെ അണ്ടർ വരുന്നതാണെന്ന് ഓർത്തുക. ക്വാർട്ടർ ടേൺ അത് പി എസ് സിക്ക് ചോദിക്കുന്ന ക്വാർട്ടർ ടേണിന്റെ ടേണിംഗ് ആംഗിൾ എത്രയാണ്? ക്വാർട്ടർ ടേണിന്റെ ടേണിംഗ് ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കുക. 2 സൈഡിലോട്ടും പോകുന്ന സ്റ്റെയർ, 2 സൈഡിലോട്ടും പോകുന്ന എന്തായിരിക്കും? അതാണ് ബൈഫർക്കേറ്റഡ് സ്റ്റെയർ. അപ്പൊ പി എസ് സിക്ക് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ. ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ടേണിംഗ് ആംഗിൾ 90 ഡിഗ്രി ആണ്. ബൈഫർക്കേറ്റഡ് സ്റ്റെയർ ഏതിന്റെ എക്സാമ്പിൾ ആയിരിക്കും? ക്വാർട്ടർ ടേണിന്റെ സ്റ്റെയറിന്റെ എക്സാമ്പിൾ ആണ്. ഇതൊക്കെ പി എസ് സിക്ക് റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. ഒരൊറ്റ മാർക്ക് കളയരുത്. ആദ്യം ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ടേണിംഗ് ആംഗിൾ 90 ഡിഗ്രി. ബൈഫർക്കേറ്റഡ് സ്റ്റെയർ ഏതിന്റെ എക്സാമ്പിൾ ആണ്? അത് ക്വാർട്ടർ ടേണിന്റെ എക്സാമ്പിൾ ആണ് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ഹാഫ് ടേൺ സ്റ്റെയർ. ഹാഫ് ടേൺ സ്റ്റെയർ എത്ര ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്? 180 ഡിഗ്രി മേക്ക് ചെയ്യുന്ന സ്റ്റെയറിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ പി എസ് സിക്ക് ചോദിക്കാറ് ടേണിംഗ് ആംഗിൾ 180 ആണെങ്കിൽ അതെന്തായിരിക്കും? ഹാഫ് ടേൺ സ്റ്റെയർ ആണെന്ന് ഓർത്ത് വെക്കുക. പി എസ് സിക്ക് ചോദിക്കാറ് 2 ചോദ്യങ്ങൾ. എന്തായിരിക്കും? ഡോഗ്, അപ്പൊ ഓർത്ത് വെക്കുക, എന്തായിരിക്കും? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ, ഡോഗ് ലെഗ്ഡ് ഓപ്പൺ വെല്ല്. അപ്പൊ ഡോഗ് ലെഗ്ഡ് ഓപ്പൺ വെല്ല് സ്റ്റെയർ, ഈ 2 സ്റ്റെയർ ഇതിനകത്ത് വരുന്ന ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഹാഫ് ടേൺ. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആയിരിക്കും നമുക്ക് റിപ്പീറ്റ് ആയിട്ട്. അപ്പൊ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ഇതിനകത്ത് വരുന്ന ഹാഫ് ടേൺ സ്റ്റെയർ ആണെന്ന് ഓർത്തുക. അപ്പൊ പി എസ് സിക്ക് ചോദിക്കാറുണ്ട് കോമൺലി യൂസ്ഡ് റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന സ്റ്റെയർ ഏതായിരിക്കും? അത് ഡോഗ് ലെഗ്ഡ് ആണെന്ന് ഓർത്തുക. അപ്പൊ ഓർത്തുക, ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും ഓപ്പൺ വെൽ സ്റ്റെയറും ഇതിനകത്ത് വരുന്ന ഹാഫ് ടേൺ സ്റ്റെയറിനകത്ത് ഓർത്തുക. പി എസ് സിക്ക് ചോദിക്കാറുണ്ട് 3/4 ടേൺ സ്റ്റെയർ. 3/4 ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ടേണിംഗ് ആംഗിൾ 270 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഓർത്ത് വെക്കാമല്ലോ. അപ്പൊ ഓർത്ത് വെക്കുക, എന്തായിരിക്കും? ടേണിംഗ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ആയിരിക്കും. ക്വാർട്ടർ ടേൺ, ഹാഫ് ടേൺ, 3/4. അപ്പൊ ക്വാർട്ടർ ടേൺ സ്റ്റെയറിനകത്ത് 2 ചോദ്യങ്ങൾ. ടേണിംഗ് ആംഗിൾ 90 ഡിഗ്രി, ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ ടേണിംഗ് ആംഗിൾ 180 ഡിഗ്രി, ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ അല്ലെങ്കിൽ ഓപ്പൺ വെൽ സ്റ്റെയർ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ 3/4 സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ടേണിംഗ് ആംഗിൾ എത്ര ആയിരിക്കും? 270 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് എന്താ വെക്കണം? നമ്മുടെ ടേണിംഗ് സ്റ്റെയറിനെ കുറിച്ച് പഠിക്കണം. രണ്ടാമത്തെ സർക്കുലർ സ്റ്റെയർ എന്ന് ഓർത്ത് വെക്കുക. സർക്കുലർ സ്റ്റെയറിനെ പഠിക്കുന്ന മറ്റൊരു പേരായിരിക്കും സ്പൈറൽ സ്റ്റെയർ എന്ന് പറയും. അപ്പൊ സ്പൈറൽ സ്റ്റെയർ പി എസ് സിക്ക് ചോദിക്കുന്നത് നോ ഇന്റർമീഡിയറ്റ് ന്യൂവൽ പോസ്റ്റ്. ഇന്റർമീഡിയറ്റ് ആയിട്ട് ന്യൂവൽ പോസ്റ്റ് ഇല്ലാത്ത സ്റ്റെയർ ഏതാന്ന് ചോദിക്കാറുണ്ട്. നോ ഇന്റർമീഡിയറ്റ് ന്യൂവൽ പോസ്റ്റ്. അപ്പം ഇന്റർമീഡിയറ്റ് ന്യൂവൽ പോസ്റ്റ് ഇല്ലാത്ത സ്റ്റെയർ നമുക്കറിയാലോടാ. നമ്മൾ പഴയ കാലത്ത് ഈ രത്നങ്ങളൊക്കെ എടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു പോകത്തില്ല. അത് ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടോ, ഇങ്ങനത്തെ സ്റ്റെപ്പ് ആയിരിക്കും. നടുക്കൊരു വലിയ കമ്പ് കാണും. ഇവിടുന്ന് ഇങ്ങനെ വൈൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്ന സ്റ്റെപ്പുകളായിരിക്കും. എന്തായിരിക്കും? അതിനെ വിളിക്കുന്ന പേരായിരിക്കും എന്തായിരിക്കും? സർക്കുലർ അല്ലെങ്കിൽ സ്പൈറൽ സ്റ്റെപ്പ്. നോ ഇന്റർമീഡിയറ്റ് ന്യൂവൽ പോസ്റ്റ്. അതുപോലെ പി എസ് സിക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്പേസ് കുറവുള്ളപ്പോൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പൊ സ്പേസ് ഈസ് ലെസ്. സ്പേസ് ലെസ് ആയിട്ട് വരുന്ന, സ്പേസ് കുറയുന്ന സമയത്ത് കൊടുക്കുന്ന സ്റ്റെപ്പ് ഏതായിരിക്കും? അല്ലെങ്കിൽ പി എസ് സിക്ക് ചോദിക്കാൻ മതി 2x2 മീറ്റർ റൂം ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ അവിടെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ സ്റ്റെയർ ഏതാണെന്ന് ചോദിക്കാം. അതൊക്കെ സ്പൈറൽ സ്റ്റെപ്പ് ആയിരിക്കും. കാരണം എന്തായിരിക്കും? സ്പേസ് റെസ്ട്രിക്ട് ചെയ്യുന്നിടത്ത് കൊടുക്കുന്ന സ്റ്റെയർ ആയിരിക്കും എന്തായിരിക്കും? സർക്കുലർ സ്റ്റെയർ അല്ലെങ്കിൽ സ്പൈറൽ സ്റ്റെയർ എന്ന് ഓർത്തു. അതേപോലെ സോഴ്സ് ഓഫ് ഡേഞ്ചർ കൂടുതലുണ്ടായിട്ട് അവോയ്ഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഏതായിരിക്കും? സ്പൈറൽ സ്റ്റെപ്പ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി പി എസ് സിക്ക് ചോദിക്കുന്ന മൂവിംഗ് സ്റ്റെയർ. മൂവിംഗ് സ്റ്റെയറിനെ വിളിക്കുന്ന പേരാണ് എക്സ്കലേറ്റർ എന്ന് വിളിക്കും. അത് പി എസ് സിക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ 3 എണ്ണമേ ഉള്ളൂ. ഫസ്റ്റ് എക്സ്കലേറ്ററിന് അതിലെ ഫസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക, എക്സ്കലേറ്ററിന്റെ പിച്ച് എത്രയാണെന്ന് ഓർക്കണം. എക്സ്കലേറ്റർ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞ എക്സ്കലേറ്റർ എത്ര ആയിരിക്കും? അത് ഓർത്ത് വെക്കുക. അത് 30 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കുക. എക്സ്കലേറ്റർ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കുക. എക്സ്കലേറ്ററിന്റെ സ്പീഡ് എത്ര? 450 mm/s ആണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ 1.2 അവർ ഉള്ള ഒരു എസ്കലേറ്റർ എത്ര പേരെ കൊണ്ടുപോകാൻ പറ്റും? 8000 പേരെ ഒരു മണിക്കൂറിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഓർത്ത് വെക്കാമല്ലോ, 1 അവറിൽ 1.2 വിഡ്ത്ത് ഉള്ള ഒരു എസ്കലേറ്റർ ഒരു മണിക്കൂർ എത്ര പേരെ കൊണ്ടുപോകാൻ പറ്റും? 8000 പേരെ കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ടൈപ്പ് ഓഫ് സ്റ്റെയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിയും. അപ്പൊ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം.
എന്തായിരിക്കും ടൈപ്പ് ഓഫ് സ്റ്റെയർ? 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്ട്രെയിറ്റ് സ്റ്റെയർ. സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ വൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സ്റ്റെയറിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് വിളിക്കാൻ പറ്റും. രണ്ടാമത്തെ എന്തായിരിക്കും? ടേണിംഗ് സ്റ്റെയർ എന്ന് വിളിക്കും. ടേണിംഗ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ, രണ്ടാമത്തെ ഹാഫ് ടേൺ സ്റ്റെയർ, മൂന്നാമത്തെ 3/4 ടേൺ സ്റ്റെയർ. ടേണിംഗ് ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ. അതേപോലെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കും? ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ ഇതിന്റെ എക്സാമ്പിൾ ആയിരിക്കും, ക്വാർട്ടർ ടേണിന്റെ എക്സാമ്പിൾ ആണെന്ന് ഓർത്ത്. ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക ടേണിംഗ് ആംഗിൾ 180 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കുക. ഡോഗ് ലെഗ്ഡ് ഓപ്പൺ വെല്ലും ഇതിനകത്ത് വരുന്നതാണ് ഹാഫ് ടേൺ സ്റ്റെയറിന്റെ എക്സാമ്പിൾ ആണെന്ന് ഓർത്ത് വെക്കുക. 3/4 സ്റ്റെയറിന്റെ സ്റ്റെയർ അതിന് 270 ഡിഗ്രി ആയിരിക്കും ടേണിംഗ് ആംഗിൾ എന്ന് ഓർത്ത് വെക്കുക. മൂന്നാമത്തെ എന്തായിരിക്കും? സർക്കുലാർ സ്റ്റെയർ എന്ന് ഓർത്ത് വെക്കുക. ആ സർക്കുലാർ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ നോ ഇന്റർമീഡിയറ്റ് ന്യൂവൽ പോസ്റ്റ്, സ്പേസ് കുറവുള്ളിടത്ത് യൂസ് ചെയ്യുന്ന സ്റ്റെയർ ഏതായിരിക്കും? സർക്കുലാർ സ്റ്റെയർ ആയിരിക്കും. സോഴ്സ് ഓഫ് ഡേഞ്ചർ കാരണം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതെന്തായിരിക്കും? സർക്കുലാർ അല്ലെങ്കിൽ സ്പൈറൽ സ്റ്റെയർ ആണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് എന്തായിരിക്കും? മൂവിംഗ് സ്റ്റെയറിനെ കുറിച്ച് പഠിക്കുക. മൂവിംഗ് സ്റ്റെയറിന്റെ പിച്ച് എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആണെന്ന് ഓർത്ത് വെക്കുക. അതിന്റെ സ്പീഡ് 450 mm/s ആണെന്ന് ഓർത്ത് വെക്കുക. 1.2 അവർ ഉള്ളതിനകത്ത് 8000 പേരെ കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് ടൈപ്പ് ഓഫ് സ്റ്റെയറിനകത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ അതിന്റെ ജിയോമെട്രിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് തീരും. അതും റെസിഡൻഷ്യൽ ബിൽഡിംഗ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ എത്രയൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത് കൂടെ പഠിക്കുമ്പോഴത്തേക്ക് അതിന്റെ കാര്യങ്ങൾ തീർന്നു. ഇനി ഇതിനകത്ത് ഒന്നും കൂടെ പറയേണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങൾ ചോദിച്ചോ? എന്തെങ്കിലും കിട്ടാതെ പോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു പറഞ്ഞു. മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരുന്നു? എക്സ്കലേറ്റർ ആണോ? 30 ഡിഗ്രി. 30 ഡിഗ്രി. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൂടെ എടുത്തിട്ടാലും മതി. അപ്പം ശരി.